ചെയ്തു തരണം. ഒന്ന് എന്റെ ഓക്കെ, ഒന്ന് എന്റെ വോയിസ് ക്ലിയർ ആണോ എന്നുള്ളതും, രണ്ട് നിങ്ങൾക്ക് സ്ക്രീൻ പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും എനിക്ക് കൃത്യമായിട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ മെസ്സേജ് അയച്ചെങ്കിൽ മാത്രമേ എനിക്കത് മനസ്സിലാവത്തുള്ളൂ. ഇത് രണ്ടും ഓക്കെ ആണോ അറ്റ് പ്രസന്റ്? ഓക്കെ, അപ്പോ നമ്മൾ ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. അതിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ അടുത്ത യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത യൂണിറ്റിന്റെ പേരാണ് കൈനമാറ്റിക്സ്. നമ്മുടെ +1 ഫിസിക്സിലെ സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്റർ ചേർന്നുകൊണ്ട് ഉള്ള യൂണിറ്റ് ആണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. എടാ, ഈ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 ചാപ്റ്റർ ആണ്, സെക്കൻഡും തേർഡും ചാപ്റ്റർ. അതായത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനും രണ്ടാമത്തേത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററും. ഈ 2 ചാപ്റ്ററുകളാണ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് ഡിസ്കസ് ചെയ്തതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾ എല്ലാവരും ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഓക്കെ ആയിട്ടുള്ളവരാണ്? ഞാൻ ചോദിക്കുന്ന ജസ്റ്റ് കോൺസെപ്റ്റ്, അതായത് ഈ dy/dx എന്ന് പറയുന്ന കാര്യവും ഇപ്പൊ ഇന്റഗ്രൽ y/dx എന്ന് പറയുന്ന കാര്യവും എല്ലാവരും കണ്ടിട്ടുള്ള ആളുകളല്ലേ? കാണാത്ത ആരെങ്കിലും ഉണ്ടോ? യെസ്. ഓക്കെ, അപ്പോ ഇതെല്ലാവർക്കും അറിയാം എന്നുള്ള ധാരണയിലാണ് ഞാൻ ചാപ്റ്റർ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഇനി ആരെങ്കിലും അറിയത്തില്ല, ആർക്കെങ്കിലും ഐഡിയ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണ്ട 2 കാര്യങ്ങൾ ഞാൻ ആദ്യമേ അങ്ങ് ഓർമ്മിപ്പിക്കാം. എടാ, എന്റെ കയ്യിൽ ഒരു XY ഗ്രാഫ് ഉണ്ട് എന്ന് കരുതുക. ദിസ് ഈസ് y ആക്സിസ് ആൻഡ് ദിസ് ഈസ് x ആക്സിസ്. ഇവിടെ എത്രയെങ്കിലും ഇങ്ങനെ ഒരു കർവ് ഉണ്ടെന്ന് കരുതിക്കോ. കർവിന്റെ ഈ പോയിന്റ് A ആണെന്ന് കരുതുക, ഈ പോയിന്റ് B ആണ് എന്നും കരുതുക. ഈ കർവ് എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു f(x) എന്ന് പറയുന്ന കർവ് ആണ് എന്ന് കരുതുക. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ എന്താണ് dy/dx എന്ന് ചോദിച്ചാൽ വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്താണ് dy/dx എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഉത്തരം പറയേണ്ടത്. ഈ dy/dxന്റെ അർത്ഥം ഞാൻ ഈ പറയുന്നതൊക്കെയാണ്. ഒന്ന്, സ്ലോപ്പ് ഓഫ് ഈ yx കർവ്. അതായത് നമ്മൾ ഈ വരച്ച ഈ ഗ്രാഫിന്റെ സ്ലോപ്പാണ് ആരെന്ന് പറയുന്നത്? dy/dx എന്ന് പറയുന്നത്. അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് dy/dx എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ് dy/dxന്റെ രണ്ടാമത്തെ അർത്ഥം. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന dy/dx എന്ന് പറയുന്ന ആളുടെ ഒരർത്ഥം സ്ലോപ്പ് ഓഫ് yx കർവ്, രണ്ടാമത്തെ അർത്ഥം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. കുറെ കൂടി കൃത്യമായിട്ട് എനിക്ക് പറയണമെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഒരർത്ഥം എന്താണ്? സ്ലോപ്പ് ഓഫ് yx കർവ്, രണ്ടാമത്തെ അർത്ഥം ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. മൂന്നാമത്തെ അർത്ഥം, അത് നമുക്കിവിടെ വലിയ ആവശ്യമില്ലെങ്കിലും പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നു. മൂന്നാമത്തെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. എന്ത്? ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അത് നമ്മൾ എന്താ മാത്സ് പഠിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ മാത്സ് ഇല്ലെങ്കിൽ ഫിസിക്സിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് y എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഉദാഹരണം sin x ആണെങ്കിൽ ആൻസർ cos x, അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ
മിനിമം ഈ 3 അർത്ഥമെങ്കിലും ഈ 3 രീതിയിലെങ്കിലും ഇത് വായിക്കാനായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതേ കൂട്ട് രണ്ടാമത്തെ ആളാണ് ഇന്റഗ്രൽ വൈ ഡി എക്സ്. വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രൽ. എടാ ഇന്റഗ്രൽ വൈ ഡി എക്സ് ഒറ്റ അർത്ഥമേ ഉള്ളൂ നമുക്ക് ഇവിടെ ഫിസിക്സിന് ആവശ്യമായിട്ട്. അതാണ് ഏരിയ അണ്ടർ എക്സ് വൈ കർവ്. അപ്പോ ഇതാണല്ലോ എന്റെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ അണ്ടറിലുള്ള ഏരിയ, ഈ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ വൈ ഡി എക്സ് എവിടം തൊട്ട് എവിടം വരെ? എ മുതൽ ബി വരെ. എ മുതൽ ബി വരെ. അപ്പൊ ഇത്തരത്തിലാണ് ഈ സിമ്പല് ഉപയോഗിക്കുന്നത്. ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. ബേസിക്കലി ഇത്ര ആലോചിച്ചാൽ മതി. ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? യെസ് 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 യെസ്. എന്ത് ഡൗട്ട് എപ്പോ വന്നാലും അത് അന്നേരം തന്നെ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് നീങ്ങുകയാണ്. അപ്പോ ഡെറിവേറ്റീവിനെ കുറിച്ചും ഇന്റഗ്രലിനെ കുറിച്ചും ഒരു ചെറിയ ഐഡിയ, നമുക്ക് ഫിസിക്സിൽ വേണ്ട ഒരു ചെറിയ ഐഡിയ മാത്രം തന്നു എന്ന് മാത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു ഇച്ചിരി എന്താ നമ്മൾ +1 വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് മുന്നിലേക്ക് നീങ്ങാം. ഞാനത് പറയാനായിട്ടുള്ള കാരണം എന്താ പറയാ, നമ്മൾ മുന്നിലേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. എടാ ഒരു ഗ്രാഫ് മക്കളെ, ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ് എന്ന് കരുതുക. മക്കളെടാ ഈ ഗ്രാഫ്, ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് കരുതിക്കോ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെന്ന് കരുതിക്കോ. സ്ട്രെയിറ്റ് ലൈനിന്റെ ഈ കോർഡിനേറ്റ് x1, y1 ആണ് എന്ന് കരുതുക. ഈ കോർഡിനേറ്റ് x2, y2 ആണ് എന്ന് കരുതുക. എടാ മക്കളെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പിനുള്ള ഫോർമുല ഉണ്ടല്ലോടാ. സ്ലോപ്പിനുള്ള ഫോർമുല എന്തുവാ? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്നാണ്. മക്കളെടാ y2 മൈനസ് y1നെ നമ്മൾ എഴുതുന്നതാണ് ഡെൽറ്റ വൈ. y2 മൈനസ് y1നെ എഴുതുന്നതാണ് ഡെൽറ്റ വൈ. x2 മൈനസ് x1നെ എഴുതുന്നതാണ് ഡെൽറ്റ എക്സ്. അതായത് ചുരുക്കം പറഞ്ഞാൽ സ്ലോപ്പിനുള്ള ഫോർമുല ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. സാറേ നേരത്തെ പറഞ്ഞു സ്ലോപ്പിനുള്ള ഫോർമുല ഡി വൈ ബൈ ഡി എക്സ് ആണെന്ന്. അതെ, രണ്ടും സെയിം ആണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ രണ്ടും സെയിം ആണെന്ന് ഇൻ ദ ലൂസ് സെൻസ് രണ്ടും സെയിം ആണെന്ന് പറയാം. അല്ലാതെ രണ്ടും എക്സാക്ട്ലി സെയിം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ആളെ നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവോ, എത്ര പേർക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് അറിയത്തില്ല. നമ്മൾ ഇങ്ങനെ എഴുതും, ലിമിറ്റ് താഴെത്താള് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0. ഈ താഴെത്താള് വളരെ ചെറുതാകുമ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെ വിളിക്കുന്ന പേരാണ് ഡി വൈ ബൈ ഡി എക്സ്. ജസ്റ്റ് ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കണം. എന്താ ഒന്നുമില്ല, ഇത്ര അറിഞ്ഞിരുന്നാൽ മതി മക്കളെ. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനും ഡി വൈ ബൈ ഡി എക്സിനും നമുക്ക് ഏകദേശം ഒരേ മീനിങ് തന്നെയാണ്. അതിന്റെ ഒത്തിരി ഡെപ്തിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട. നമുക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരും സബ്ജക്റ്റിൽ PhD എടുക്കാനിരിക്കുന്ന ആളുകളല്ല. നമുക്ക് ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി സബ്ജക്റ്റ് പഠിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പെരിഫറൽ നോളജ് മാക്സിമം വേണം, ഒരു ശകലം ഡെപ്തും വേണം. നമ്മൾ ഒത്തിരി ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ആരും ഈ സബ്ജക്റ്റില് നിങ്ങൾ ആരും ഈ സബ്ജക്റ്റിൽ PhD എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താ പറയാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. അത് തന്നെയാണ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നതും. ഇനി ഒരു കാര്യം കൂടി മക്കളെ, ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെ എനിക്ക് വേണമെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നെഴുതാം. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വേണമെങ്കിലും എഴുതാം. ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിച്ചോട്ടെ. ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിച്ചോട്ടെ.
യെസ്. ഗുഡ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ മക്കളെ. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഫിസിക്സ്. എടാ ശ്രദ്ധിച്ചോളൂ, നമ്മള് ഈ രണ്ട് ചാപ്റ്ററുകളിലേക്ക് വരുമ്പോൾ, കൈനമാറ്റിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പഠിക്കാൻ പോകുന്ന മോഷനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മക്കളെ, ഒന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട മോഷനാണ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ. രണ്ടാമത്തതാണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഒരു കാര്യം ചെയ്യൂ, ഒന്ന് യൂണിഫോം മോഷനും രണ്ടാമത്തത് നോൺ യൂണിഫോം മോഷൻ എന്നും മനസ്സിലാക്കൂ. നോൺ യൂണിഫോം മോഷൻ. എപ്പോഴും ഓർത്തോണം, മോഷൻ എന്ന് പറഞ്ഞാൽ ചലനമാണ്. അതായത് വെലോസിറ്റി എന്ന് പറയുന്ന ആള് ഉണ്ട്, ചലനമുണ്ടെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്ന ആള് ഉണ്ട്. അപ്പൊ ഒന്ന് യൂണിഫോം മോഷനും രണ്ടാമത്തേത് നോൺ യൂണിഫോം മോഷനുമാണ്. ഈ നോൺ യൂണിഫോം മോഷനെ നമുക്ക് ഇങ്ങനെ പറയാം, നോൺ യൂണിഫോം മോഷൻ രണ്ടായിട്ട് തിരിക്കാം. നോൺ യൂണിഫോം മോഷനിലെ ഒരാളാണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. രണ്ടാമത്തത് നോൺ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. നോൺ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. എടാ, എന്താണ് യൂണിഫോം മോഷൻ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഒരു റോഡുണ്ട്, ആ റോഡിലൂടെ പോകുന്ന കാറ് കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും പോകുന്നത്. സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സ്പീഡ് മാത്രമല്ല, വെലോസിറ്റി സ്പീഡ് മാത്രമല്ല, നേരെ തന്നെ പോവുകയും വേണം. ഓക്കെ, എന്നാലേ നമുക്ക് കോൺസ്റ്റന്റ്. വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാ, അപ്പൊ ഡയറക്ഷനും മാറാൻ പാടില്ല. അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ യൂണിഫോം മോഷൻ എന്ന് വിളിക്കും. നോൺ യൂണിഫോം മോഷന്റെ പ്രത്യേകത വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. വെലോസിറ്റി നോട്ട് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇത്രയുള്ള അർത്ഥം. ഞാൻ പോകുമ്പോൾ എന്റെ വണ്ടിയുടെ ആക്സിലറേറ്റർ ഇങ്ങനെ ഒന്നെങ്കിൽ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ എന്ത് ചെയ്താലും വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ മതി. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ യൂണിഫോം മോഷൻ. ഇവിടെ ഈ നോൺ യൂണിഫോം മോഷൻ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും സ്പീഡ് കൂടുന്നത്. അപ്പൊ സ്പീഡ് കൂടുന്നുണ്ട്, അതെങ്ങനാ? ഒരു ഫിക്സഡ് റേറ്റിലായിരിക്കും സ്പീഡ് കൂടുന്നത്. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇത് നമുക്ക് അങ്ങനെ പഠിക്കാനുള്ള കേസ് അല്ല. അപ്പൊ എന്തായിരിക്കും പഠിക്കാനുള്ള, അല്ലെങ്കിൽ എന്തായിരിക്കും അത്? ആക്സലറേഷൻ കോൺസ്റ്റന്റ് അല്ലാത്ത കേസാണിത്. അപ്പൊ മോഷൻ രണ്ട് തരത്തിൽ, യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും. നോൺ യൂണിഫോം മോഷനിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കേസാണ്. എടാ മക്കളെ, യൂണിഫോം മോഷന്റെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ഏതാ? യൂണിഫോം മോഷനിൽ നമുക്കറിയാം, എന്റെ കാറ് v വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് കരുതുക. ഒരു t ടൈം സഞ്ചരിച്ചു എന്ന് കരുത്. 40 km/h വേഗതയിൽ 2 മണിക്കൂർ എന്റെ കാറ് സഞ്ചരിച്ചാൽ ഞാൻ ആകെ സഞ്ചരിച്ച ദൂരം 80 കിലോമീറ്റർ ആണ്. സാറ് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയാം. 40 km/h വേഗതയിൽ 2 മണിക്കൂർ എന്റെ കാറ് സഞ്ചരിച്ചാൽ, 40 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ പോകുമെന്ന് കാറ്. അങ്ങനെയാണെങ്കിൽ ഈ വേഗതയിൽ 2 മണിക്കൂർ സഞ്ചരിച്ചാൽ ഞാൻ ആകെ സഞ്ചരിച്ച ദൂരം 80 കിലോമീറ്റർ ആണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ ലോജിക്ക് എല്ലാവർക്കും വ്യക്തമായെങ്കിൽ ഈ ഫോർമുലയും എല്ലാവർക്കും ഓക്കെയാണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ചില ആളുകൾ ഡിസ്റ്റൻസിനെ എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. എസ് ഈസ് ഈക്വൽ ടു വി ടി. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. യൂണിഫോം മോഷന്റെ
ഒരേ ഒരു ഇക്വേഷൻ ആണിത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. അതേ കൂട്ട് തന്നെ യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷൻ വരുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻ ഓഫ് മോഷനുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന്, ഈ ഡിസ്പ്ലേസ്മെന്റ് തന്നെ ആക്സലറേഷൻ വന്നാൽ S=VT. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഏത് വെലോസിറ്റി കൊടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. അപ്പൊ ഫോർമുലയ്ക്ക് ഒരു മാറ്റമുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി, മോഷന്റെ തുടക്കത്തിലുള്ള വെലോസിറ്റി ഇൻറ്റു ടൈം പ്ലസ് ഹാഫ് AT². എല്ലാരും കണ്ടിട്ടുണ്ട് എനിക്ക് 100% ഉറപ്പാണ്. S=UT പ്ലസ് ഹാഫ് AT². രണ്ടാമത്തത് സോറി, ഇതാണ് രണ്ടാമത്തത്. നമ്മൾ തുടങ്ങുന്നത് ഇതാണ് രണ്ടാമത്തത്. ഞാൻ ഇത് കഴിഞ്ഞതുകൊണ്ട് ഇതിലേക്ക് നേരിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതിയതാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഒന്നാമത്തത് V = U+AT. ഫൈനൽ വെലോസിറ്റി കിട്ടാൻ, V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, U എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. V = U+AT. മൂന്നാമത്തതാണ് V² = U² + 2AS. ഇത്തരത്തിൽ 3 ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആയിട്ട് ഉള്ളത്. ഇതെല്ലാവർക്കും വ്യക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ എന്റെ ഡിസ്കഷൻ മുന്നിലേക്ക് പോകുന്നത് ഗ്രാഫുകളെ കുറിച്ചാണ്. ഗ്രാഫ് കുട്ടികളെ, നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ നിന്ന് പഠിക്കാനുള്ള ഗ്രാഫുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഞാനത് എഴുതാം, വ്യക്തമായിട്ട് തന്നെ എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. അതേ കൂട്ട് തന്നെയാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫും. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫും. ഇതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെറ്റ് ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫും അതേ കൂട്ട് തന്നെ വരുന്ന ആളാണ് സ്പീഡ് ടൈം ഗ്രാഫും. മൂന്നാമത്തെ സെറ്റാണ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. മൂന്നാമത്തെ ആളാണ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ 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 ഗുഡ്. എന്താ ശ്രദ്ധിച്ചേ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് അഥവാ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, നമുക്ക് ഇതിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ്, ഞാൻ ഗ്രാഫുകൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം ഗ്രാഫിലേക്ക് വരുന്നതിന് മുമ്പായിട്ട്. ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ വെലോസിറ്റിയുടെ ഫോർമുല. വെലോസിറ്റിയുടെ ഫോർമുല എന്തുവാ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ds/dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി. അതേ കൂട്ട് ഞാൻ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ vdt, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പുറത്ത് ds മാത്രം. സോ ds ഈസ് ഈക്വൽ ടു vdt എന്ന് കിട്ടും. ഓക്കെ, രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ ds ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ vdt എന്ന് കിട്ടും. ഇന്റഗ്രൽ dx എന്ന് പറയുന്നത് x ആണ്. സോ ഇന്റഗ്രൽ ds എന്ത് കിട്ടി? s ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ vdt എന്ന് കിട്ടി. ഇത് ബുദ്ധിമുട്ടില്ല എന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഓർക്കേണ്ട രണ്ട് കാര്യം, v ഈസ് ഈക്വൽ ടു ds/dt. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും.
ഓർക്കേണ്ട രണ്ട് കാര്യമായി. രണ്ടാമത്തെ കാര്യം, ഓർക്കേണ്ടതിലെ രണ്ടാമത്തെ കാര്യം, വെലോസിറ്റി കിട്ടി, അടുത്തത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഡി വി ഈസ് ഈക്വൽ ടു എ ഡി ടി, ഡി വി ഈസ് ഈക്വൽ ടു എ ഡി ടി എന്ന് കിട്ടും. ഇന്റഗ്രൽ ഡി വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ഡി ടി എന്ന് കിട്ടും. ഇതും ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. സാറേ, ഈ ഇന്റഗ്രൽ ഡി വിയെ എന്തുകൊണ്ടാണ് സാർ വി എന്നങ്ങ് എഴുതാഞ്ഞത്? എടാ, അതിന് ചെറിയൊരു കാരണമുണ്ട്. ഇന്റഗ്രൽ ഡി വിക്ക് ഒരു ലിമിറ്റ് കാണും. കാരണം ടി യു ആണെന്ന് കരുതുക, ഫൈനൽ വെലോസിറ്റി വി ആണെന്ന് കരുതുക. ഡിസ്പ്ലേസ്മെന്റിന് ആ പ്രശ്നം വരുന്നില്ല. ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. വെലോസിറ്റിയുടെ കേസിൽ നമുക്ക് കിട്ടുന്ന വി എന്ന്, ഇന്റഗ്രൽ ഡി വി എന്ന് തന്നെ എഴുതാം, കുഴപ്പമില്ല. പക്ഷെ ലിമിറ്റ് ഉണ്ടെങ്കിൽ, ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്ന ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് കൂടെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്റഗ്രൽ ഡി വിയുടെ ആൻസർ വി എന്ന് എഴുതുന്നതിലും നല്ലത് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഇന്റഗ്രൽ ഡി വിയെ ഇന്റഗ്രേറ്റ് ചെയ്താൽ അത് ഡെൽറ്റ വി എന്ന് എഴുതുന്നതാണ് നല്ലത്. സോ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ഡി ടി. അപ്പൊ രണ്ടാമത്തെ സ്ഥലത്ത് നിന്ന് ഓർത്തിരിക്കേണ്ട കാര്യം എന്തുവാ സാറ് പറഞ്ഞു തന്നത്? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയും ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ഡി ടിയും. ഈ രണ്ട് കാര്യങ്ങളും എല്ലാവരും ഓർത്തിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തത് നമുക്ക് ഒത്തിരി ആവശ്യമില്ലെങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. മൂന്നാമത്തത് ആക്സലറേഷനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് മുകളിൽ ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു വി ഈസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി ആണ്. അപ്പൊ എനിക്ക് എ ഇങ്ങനെ എഴുതാം, ഡി ബൈ ഡി ടി കൂടെ ഈ വിക്ക് പകരം, ഏത് വിക്ക് പകരം? വേണ്ട, ഈ വിക്ക് പകരം എനിക്ക് എന്തെഴുതാം? ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാം. മക്കളെ, അങ്ങനെ എഴുതിയാൽ ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയി. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വേണമെങ്കിലും എനിക്ക് എഴുതാം. ആക്സലറേഷനെ എനിക്ക് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വേണമെങ്കിലും എനിക്ക് എഴുതാം. അതേ കൂട്ട് തന്നെ മൂന്നാമത്തെ പോയിന്റിൽ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നു. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ, ഞാനൊരു കാര്യം ചെയ്യുന്നു, ഡി വി ഇവിടെ എഴുതുന്നു, ഡി ടി ഇച്ചിരി അങ്ങോട്ട് നീക്കി എഴുതുന്നു ഒരു ഭംഗിക്ക്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിൽ ഒരു ഡി എസ് കൊടുക്കുന്നു, താഴെയും ഒരു ഡി എസ് കൊടുക്കുന്നു. ഒരു പ്രശ്നമില്ല, ഫിസിക്സിന് ഒരു മാറ്റവും വന്നില്ല. എടാ, വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചേടാ മക്കളെ, ഈ ഡി എസ് ബൈ ഡി ടി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പൊ ഈ ഡി എസ് ബൈ ഡി ടിക്ക് പകരം എനിക്ക് വി എന്നുകൊണ്ട് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ ആക്സലറേഷനെ എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഈ ഡി എസ് ബൈ ഡി ടിക്ക് പകരം വി ബൈ ഡി എസ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ഗ്രാഫിലേക്ക് നീങ്ങാം. ഒന്ന് നോക്കിക്കോ, കാണുന്നെങ്കിൽ ഒന്ന് സ്ക്രീൻ കാണുന്നെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ഒരു 30 സെക്കൻഡ് എടുത്തതൊന്ന് വായിക്കാമെങ്കിൽ നമുക്ക് ഗ്രാഫിലേക്ക് കടക്കാം.
മക്കളെ ഓക്കെ ആണോ? അടുത്തതിലേക്ക് നീങ്ങിക്കോട്ടെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ടുണ്ട് എങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. മക്കളെടാ ശ്രദ്ധിച്ചോളൂ, നമുക്ക് ഇനി ഡിസ്കസ് ഗ്രാഫിലേക്ക് വരികയാണ്. ഗ്രാഫിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. മക്കളെടാ ശ്രദ്ധിച്ചോടാ, കണ്ട 5 മിനിറ്റ് കൊണ്ട് നിങ്ങളെ ഞാൻ ഗ്രാഫിന്റെ ബേസിക് ഐഡിയ തരാം. അത് തരാനായിട്ടാണ് ഞാൻ ആദ്യമേ ഫസ്റ്റിലെ ഗ്രാഫിനെ കുറിച്ചൊന്ന് പറഞ്ഞത്. ഒരു YX ഗ്രാഫ് നോക്കിക്കേ, ഇവിടെ ഒരു YX ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് YX ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആണ്. ഇതിനെ വായിക്കാവുന്ന മറ്റൊരു പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, അതായത് ഒരു ST ഗ്രാഫ് ഞാൻ വരച്ചാൽ, ഇതാണ് ഒരു ST ഗ്രാഫ് എന്ന് കരുതുക. മക്കളുടെ ഇത്തരം ഒരു ST ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നതിനെ എനിക്ക് YX ഗ്രാഫ് ആണെങ്കിൽ dy/dx, ST ഗ്രാഫ് ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ds/dt. മക്കളെ ഈ ds/dt എന്ന് പറയുന്നത് മറ്റാരുമല്ലടാ, ds/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് മറ്റാരുമല്ലടാ, വെലോസിറ്റി അല്ലേ. അപ്പൊ സ്ലോപ്പ് ഓഫ് ST ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ലടാ, അത് വെലോസിറ്റി ആണ്. സ്ലോപ്പ് ഓഫ് ST ഗ്രാഫ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല മക്കളെ, അത് വെലോസിറ്റി ആണ്. ഇനി ഇത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആയിരുന്നുവെങ്കിൽ വെലോസിറ്റിക്ക് പകരം നമ്മൾ എന്തു പറഞ്ഞേനെ? വെലോസിറ്റിക്ക് പകരം നമ്മൾ പറഞ്ഞേനെ ഇത് സ്പീഡാണ് എന്ന് പറഞ്ഞേനെ. ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചോട്ടേടാ. മക്കളെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ, വിച്ച് മീൻസ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി 0 ആണ്. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് താണ്ട് ഇത്തരത്തിലിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ല, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഇതാണ് S, ഇതാണ് T. ബോഡി റെസ്റ്റിലാണല്ലോ. ബോഡി റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. പൊസിഷൻ ഡു നോട്ട് ചേഞ്ച്, അതാണ് റെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ആ റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ ഗ്രാഫ് ടൈം ആക്സിസിന് പാരലായിട്ടായിരിക്കും. ടൈം ആക്സിസിന് പാരലായിട്ട് ആയിരിക്കും. അതെല്ലാവർക്കും ക്ലിയർ ആണ് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ ഗ്രാഫ് ഓക്കെ. അടുത്തത് യൂണിഫോം മോഷൻ ആണെങ്കിൽ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും, ശ്രദ്ധിച്ചോളൂ. ഇതാണ് S, ഇതാണ് T എന്ന് കരുതുക. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചേ, നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് യൂണിഫോം മോഷനിൽ. എന്താ സാർ പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്കറിയാം y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ C ഇല്ല, സോ ഇവിടെ C ഇല്ല.
നോക്കിക്കേ, എക്സ് ആക്സിസിന്റെ സ്ഥാനത്ത് ടി, എക്സിന്റെ സ്ഥാനത്ത് മുകളിൽ ടി, വൈയുടെ സ്ഥാനത്ത് ഡിസ്പ്ലേസ്മെന്റ്, അപ്പൊ സ്ലോപ്പ് എന്താ? വെലോസിറ്റി. ഇത് ആരുടെ ഇക്വേഷനാ? സ്ട്രെയിറ്റ് ലൈനിന്റെ. നമുക്ക് ഇവിടെ കിട്ടിയതും എന്ത് തന്നെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. സോ ഒരു എസ് ടി ഗ്രാഫിൽ യൂണിഫോം മോഷൻ ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു എസ് ടി ഗ്രാഫിൽ യൂണിഫോം മോഷൻ ആണെങ്കിൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പ്രയാസമില്ല എന്ന് വിശ്വസിച്ചുകൊള്ളട്ടെ. അപ്പോ റെസ്റ്റ് ഓക്കെ, യൂണിഫോം മോഷൻ ഓക്കെ. മൂന്നാമത്തത് നമുക്ക് വേണ്ടത് യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷൻ. ഈ യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷന്റെ ഗ്രാഫ് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരയ്ക്കാം. വെലോസിറ്റി ടൈമും ആക്സലറേഷൻ ടൈം ഗ്രാഫും വരച്ചതിന് ശേഷം ഇവിടേക്ക് വരാം. അപ്പൊ അതിന് നമുക്കൊരു ശകല സ്ഥലം വിട്ടിട്ട് നമുക്ക് അടുത്ത ഗ്രാഫിലേക്ക് കടക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ്. മക്കളെ, റെസ്റ്റിലിരിക്കുന്ന ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫിന് ഇല്ല. കാരണം എന്താ? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇല്ല, വെലോസിറ്റി ഇല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫും ഇല്ല. പിന്നുള്ളത് എന്താണ്? യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷൻ. ഒരു യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കുന്നത്? ഇത് വെലോസിറ്റി ആണെന്ന് കരുതുക, ഇത് ടൈം ആണെന്ന് കരുതുക. ഞാൻ നോക്കിയപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി കണ്ടു. ഇനിഷ്യൽ വെലോസിറ്റി യു ആണെന്നിരിക്കട്ടെ. എന്നിട്ട് വെലോസിറ്റി പയ്യെ യൂണിഫോം ആയിട്ട് കൂടുന്നു. ഇതാണ് എന്തിന്റെ ഒരു യൂണിഫോം മോഷൻ അല്ലേ? യൂണിഫോം മോഷൻ ആണ്. അപ്പൊ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എക്സ്ട്രീംലി സോറി. യൂണിഫോം മോഷൻ ആണ്. വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഞാൻ തുടക്കം നോക്കിയപ്പോഴും കാറിന്റെ വെലോസിറ്റി 50, കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴും 50, പിന്നെ നോക്കിയപ്പോഴും 50. അതായത് കാറിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇതാണ് യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. യൂണിഫോം മോഷൻ കഴിഞ്ഞാൽ അടുത്ത ആളാണ് യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷൻ. എടാ, ഈ യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷൻ രണ്ട് തരത്തിൽ വരാം. സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ സ്പീഡ് കൂടാം, സ്പീഡ് കുറയാം. കോൺസ്റ്റന്റ് ആയിട്ട് സ്പീഡ് കൂടിയാലും യൂണിഫോമിലി ആക്സലറേഷൻ ആണ്, കോൺസ്റ്റന്റ് ആയിട്ട് സ്പീഡ് കുറഞ്ഞാലും യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് തന്നെ നമുക്ക് എന്താ പറയാ വിളിക്കാം. സ്പീഡ് കൂടുവാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാ. ഇനിഷ്യൽ വെലോസിറ്റി ഉള്ള വസ്തുവാണെന്ന് കരുതുക. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി യുവിൽ നിന്ന് സ്പീഡ് കൂടുന്നു, ഫൈനൽ വെലോസിറ്റിയിൽ എത്തുന്നു, ഫൈനൽ വെലോസിറ്റി വിയിൽ എത്തുന്നു എന്ന് കരുതുക. ഇവിടെ എന്താ പ്രത്യേകത? ഞാൻ മലയാളത്തിൽ എഴുതുകയാണ്, ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സ്പീഡ് കൂടുന്നു. ദാറ്റ് മീൻസ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. മറ്റൊരു കേസ്, രണ്ടാമതൊരു കേസ് എന്ന് പറയുന്നത് സ്പീഡ് കുറയാം. സ്പീഡ് കുറയുകയാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഒരു ഇനിഷ്യൽ സ്പീഡ് യുവിൽ നിന്ന് സ്പീഡ് കുറഞ്ഞ് വിയിലെത്തുന്നു. ഇവിടുത്തെ പ്രത്യേകത, ഈ ആക്സലറേഷനെ നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് വിളിക്കാം. കാരണം സ്പീഡ് കുറയല്ലേ. നെഗറ്റീവ് ആക്സലറേഷന്റെ പ്രത്യേകത, ഇപ്പൊ ഒരു കാർ ആണെന്ന് കരുതുക. കാർ ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുകയാണ്. നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറയുക, വി കുറയുക. വി കുറയണമെങ്കിൽ ആക്സലറേഷന്റെ ഡയറക്ഷൻ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കണം. ആക്സലറേഷന്റെ ഡയറക്ഷൻ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ആക്സലറേഷൻ, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. ഇനി അതുമല്ലെങ്കിൽ ഡീസലറേഷൻ എന്നീ പേരുകളിലെല്ലാമാണ് ഇത് അറിയപ്പെടുന്നത്. ബുദ്ധിമുട്ടില്ല എന്ന് കരുതുന്നു. ബുദ്ധിമുട്ടില്ല എന്ന്
കരുതുന്നു. സ്പീഡ് കൂടുകയാണെങ്കിൽ വെലോസിറ്റിയുടെ അതേ ഡയറക്ഷൻ തന്നെയാണ് ആക്സിലറേഷനും. കുഴപ്പമൊന്നുമില്ല എന്ന് കരുതുന്നു. മക്കളെ, ഈ രണ്ട് ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട് ഇവിടെ. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ ചിലർക്ക് ഒരു സംശയം വരും, സാറേ റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലോ? എന്റെ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളെങ്കിൽ നിങ്ങൾ കണ്ട് ഇവിടുന്ന് ഗ്രാഫ് അങ്ങ് വരച്ചോ. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഒറിജിനിന്ന് ഗ്രാഫ് അങ്ങ് വരയ്ക്കണം. ബുദ്ധിമുട്ടില്ല എന്ന് കരുതുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം മോഷനും വരച്ചു, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനും വരച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് എങ്കിൽ ചോദിക്കാം. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോ നമ്മൾ രണ്ട് സെറ്റ് ഗ്രാഫാണ് പഠിച്ചത്. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും, രണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫും. ഇനി അടുത്തത് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ആക്സലറേഷൻ ടൈം ഗ്രാഫ്. അപ്പൊ ഈ പറഞ്ഞ കൂട്ട് യൂണിഫോം മോഷൻ ആണെങ്കിൽ, യൂണിഫോം മോഷന്റെ പ്രത്യേകത എന്തുവാ? വെലോസിറ്റി കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സലറേഷൻ ഇല്ല. അപ്പോ വെലോസിറ്റി ടൈം ഗ്രാഫിന് റെസ്റ്റിന്റെ ഗ്രാഫ് ഇല്ല, ആക്സലറേഷൻ ടൈം ഗ്രാഫിന് റെസ്റ്റും ഇല്ല, യൂണിഫോം മോഷനും ഇല്ല. അപ്പൊ ഇവിടെ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ അല്ല തുടങ്ങേണ്ടത്. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. എടാ പോസിറ്റീവ് ആക്സലറേഷൻ ആണെന്ന് കരുതിക്കോ. പോസിറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് ഇത്തരത്തിൽ, ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇനി നെഗറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ, ഇത് ആക്സലറേഷൻ ടൈം ഗ്രാഫ് ആണ്. ഇവിടെ എ, ഇവിടെ ടി, ഇതല്ല വിയും ടി എഴുതിയല്ലോ അല്ലേ? നെഗറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ, അതായത് വെലോസിറ്റി ആക്സലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ താഴോട്ടുള്ള ആക്സിസ് വേണം ഉപയോഗിക്കാൻ. നെഗറ്റീവ്, ഇത് റിട്ടാർഡേഷൻ. മോർ പ്രിസൈസ്ലി യൂണിഫോം റിട്ടാർഡേഷൻ. വേഗത കുറയുകയാണ്. യൂണിഫോം ആയിട്ട് മക്കളെ വേഗത എന്ത് ചെയ്യുവാടാ? കുറയുവാടാ. ക്ലിയർ ആണല്ലോടാ? ക്ലിയർ ആണല്ലോടാ? ഓക്കെ. സ്പീഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഉള്ളത് ഒന്നുകൂടി. എടാ ഈ ഗ്രാഫ് ആണോടാ? രണ്ടാമത് പറഞ്ഞ ഗ്രാഫ് ആണോടാ? വെലോസിറ്റി, 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 വെലോസിറ്റി. ഓക്കെ, 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 ഓക്കെ. ഈ ഗ്രാഫ് അല്ലേ? ഈ ഗ്രാഫ് അല്ലേ? യെസ്, ഓക്കെ. എടാ അത് ഒന്നുമില്ല, സിമ്പിൾ ആണ്. 30 സെക്കൻഡ്സ് ഇപ്പൊ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ, നോക്കിക്കേ. ഒരു കാറ്, ഓക്കെ. ഈ കാറ് ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുവാന്ന് കരുതിക്കോ. അന്നേരം നീ ഈ കാറിനെ കണ്ടതെന്ന് കരുത്. അപ്പൊ ഈ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവല്ലേടാ. പയ്യെ ഇയാൾക്ക്
നിർത്തേണ്ട സ്ഥലം എത്തി. ഇയാൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നു. അന്നേരം എന്ത് ചെയ്യും? ഇനിഷ്യലി കാറിന്റെ വെലോസിറ്റി യു ആയിരുന്നതാ, അതാണ് 50. അന്നേരം എന്ത് ചെയ്യുന്നു? ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോ കാറിന്റെ വെലോസിറ്റി പയ്യെ കുറഞ്ഞു തുടങ്ങിയടാ. 40ആയി, 30ആയി, 20ആയി. ഇങ്ങനെ കാറിന്റെ വെലോസിറ്റി പയ്യെ കുറഞ്ഞ് സീറോ എത്താം. ഞാൻ സീറോ വരെ വരച്ചില്ലെന്നേ ഉള്ളൂ. കാറിന്റെ വെലോസിറ്റി പയ്യെ പയ്യെ കുറഞ്ഞു വരുന്നതാ. ഇതാണ് സ്പീഡ് കുറയുന്ന ഗ്രാഫ്. ഓക്കെ അല്ലേ? ഓക്കെടാ കൂട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പോ ഇടയ്ക്ക് അതിലേക്കൊന്ന് പോയി. നമുക്ക് ആക്സലറേഷൻ ടൈം ഗ്രാഫിലേക്ക് മടങ്ങി വരാം. അപ്പൊ ആക്സലറേഷൻ ടൈം ഗ്രാഫ് നമ്മൾ യൂണിഫോം ആക്സലറേഷൻ, അത് പോസിറ്റീവ് ആണെങ്കിലും റിട്ടാർഡേഷൻ ആണെങ്കിലും രണ്ട് കേസ് വരച്ചു. റിട്ടാർഡേഷനിൽ നെഗറ്റീവ് വൈ ആക്സിസ് ആണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ഗ്രാഫിലേക്ക് ഞാൻ ഒന്നുകൂടി വരികയാണ്. എനിക്കറിയാം ലാസ്റ്റ് ഗ്രാഫ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരുപക്ഷെ സുപരിചിതമായിരിക്കത്തില്ലായിരിക്കും. ലാസ്റ്റ് ഗ്രാഫിലേക്ക് ഒന്നുകൂടി വരികയാണ്. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. അപ്പോ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മള് വണ്ടിയുടെ സ്പീഡ് കൂടുവാണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവാ, മുകളിലാ വരുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഏത് ഇദ്ദേഹത്തിന് ഈ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത ഈ കേസ്, കാറിന്റെ വെലോസിറ്റി കുറയുന്നു എന്ന് പറയുന്നത്. കാറിന്റെ വെലോസിറ്റി എന്തുകൊണ്ടാ കുറയുന്നത്? വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ ആക്സലറേഷൻ ഓപ്പോസിറ്റാ. ഇങ്ങനെ കാറിന്റെ വെലോസിറ്റി കുറഞ്ഞാൽ റിട്ടാർഡേഷൻ ആണ് അവിടെ. ആ സമയത്ത് ആക്സലറേഷൻ പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആക്സിസിൽ വരയ്ക്കണം. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴേ ഇത് മാത്രമല്ലല്ലോ സൈഡ്, ഇതും സൈഡ് ആണല്ലോ. റിട്ടാർഡേഷൻ ആണെങ്കിൽ ഈ ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ക്ലിയർ? ക്ലിയർ? യെസ്, ഓക്കെ. ഇനി അടുത്തത് വരുന്ന ഒരു കേസാണ് നോൺ യൂണിഫോം ആക്സലറേഷൻ. എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ കൂടാം, ആക്സലറേഷൻ കുറയാം. എടാ ആക്സലറേഷൻ കൂടിയാൽ ശ്രദ്ധിക്കണേടാ, ആക്സലറേഷൻ കൂടിയാൽ നോൺ യൂണിഫോം ആക്സലറേഷൻ. ആക്സലറേഷൻ കൂടുന്ന ഒരു കുഞ്ഞു കേസ് കൂടെ പറയാം, ശ്രദ്ധിച്ചേ. ഇത്രേ ഉള്ളൂ. ടൈമിനനുസരിച്ച് ആക്സലറേഷൻ ലീനിയർലി കൂടാം, ഇങ്ങനെ കൂടാം. ഇനി അതല്ലെങ്കിൽ ആക്സലറേഷൻ പെട്ടെന്ന് ഒരു വണ്ടി ഭൂമി സ്പീഡിൽ അങ്ങ് പോകുന്നു, അതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും? അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ആക്സലറേഷൻ പെട്ടെന്ന് കൂടുന്നു. ഇവിടെ നോക്കിയ ടൈമിനനുസരിച്ച് ആക്സലറേഷൻ പെട്ടെന്ന് അങ്ങ് കൂടുക. ഓക്കെ, അപ്പൊ ഇതാണ് ആക്സലറേഷൻ കൂടുന്ന ഗ്രാഫ്. നോൺ യൂണിഫോം ആക്സലറേഷന്റെ രണ്ട് ഗ്രാഫാണ്. നോൺ യൂണിഫോം മോഷൻ ആണ് അവിടെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നോൺ യൂണിഫോം മോഷന്റെ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന്റെ ST ഗ്രാഫ് വരച്ച് കാണിക്കാവുന്ന. നമ്മളെ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന്റെ ST ഗ്രാഫ് നമ്മൾ കണ്ടു. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് കൂടുവാണ്. അതിന്റെ ST ഗ്രാഫ് ഇങ്ങനെയായിരിക്കും മക്കളെ. സ്പീഡ് പെട്ടെന്ന് കൂടുമ്പോൾ എന്താ പ്രത്യേകത? ഒത്തിരി ദൂരം പെട്ടെന്ന് കവർ ചെയ്യും. അപ്പൊ ഇങ്ങനെ വരും, ഒത്തിരി ദൂരം പെട്ടെന്ന് കവർ ചെയ്യും, ഒത്തിരി ദൂരം പെട്ടെന്ന് കവർ ചെയ്യും. ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത് സ്പീഡ് കുറയുക. സ്പീഡ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പീഡ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? എടാ സ്പീഡ് കുറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്പീഡ് കുറഞ്ഞാൽ സംഭവിക്കുന്നത് ഈ സ്പീഡ് കുറഞ്ഞ് സീറോ എത്താം. സ്പീഡ് കുറഞ്ഞ് സീറോ എത്തിയാൽ എന്ത് സംഭവിക്കും? പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. സ്പീഡ് കുറഞ്ഞ് സീറോ എത്തിയാൽ പിന്നെ എന്താ രസം? പിന്നെ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഇല്ല. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, സ്പീഡ് കുറഞ്ഞ് എന്തെത്തിയാൽ? സീറോ എത്തിയാൽ പിന്നെ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല.
അപ്പൊ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും, കുറഞ്ഞു 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 കുറഞ്ഞു, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, അങ്ങ് നേരെയാവും. നമ്മൾ നേരത്തെ നേരെ റെസ്റ്റിന് വരച്ചില്ലേ, റെസ്റ്റിന് ഇവിടെ വരച്ചില്ലേ, അതേ കൂട്ടാവും. ഇത് രണ്ടും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ പറഞ്ഞ രണ്ടും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. ഓക്കെ 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 ഓക്കെ. ഞാൻ ഗ്രാഫ് ഇത്രയും പറഞ്ഞ ഗ്രാഫ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ കേട്ടോണേ. നമുക്ക് പഠിക്കാനുള്ള ഗ്രാഫ്: ഒന്ന് എസ് ടി ഗ്രാഫ്, രണ്ട് വി ടി ഗ്രാഫ്, മൂന്ന് എ ടി ഗ്രാഫ്. എടാ, എസ് ടി ഗ്രാഫിന്റെ സ്ലോപ്പിനെ നമ്മൾ എഴുതുന്നത്, സ്ലോപ്പ് നോക്കാം ആദ്യമേ, രണ്ടാമത് ഏരിയ നോക്കാം. എസ് ടി ഗ്രാഫിന്റെ സ്ലോപ്പിനെ എഴുതുന്നത് ഡി എസ് ബൈ ഡി ടി എന്നാണ്. ഇത് മറ്റാരുമല്ല, നമ്മുടെ വെലോസിറ്റി ആണ്. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പിനെ എഴുതുന്നത് ഡി വി ബൈ ഡി ടി എന്നാണ്. ഇത് മറ്റാരുമല്ല, നമ്മുടെ ആക്സലറേഷൻ ആണ്. ഇനി എ ടി ഗ്രാഫിന്റെ സ്ലോപ്പിനെ എഴുതുന്നത് ഡി എ ബൈ ഡി ടി ആണ്. പക്ഷെ ഇത് നമുക്ക് പഠിക്കാനായിട്ടില്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റുമേ നമുക്കുള്ളു. ഡി എ ബൈ ഡി ടി എന്ന ഒരാളില്ല. ജെർക്ക് എന്നൊക്കെ വിളിക്കും, പക്ഷെ നമുക്കതില്ല. ഇനി ആദ്യത്തെ ആളുടെ ഏരിയ നമുക്കറിയാം. വൈ എക്സ് ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ വൈ ഡി എക്സ് ആയിരുന്നല്ലോ. അപ്പൊ ഇവിടുത്തെ ഏരിയ ഇന്റഗ്രൽ എസ് ഡി ടി എന്ന് എഴുതേണ്ടി വരും. പക്ഷെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. പക്ഷെ രണ്ടാമത്തെ ആൾ അങ്ങനല്ല, ഇന്റഗ്രൽ വി ഡി ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? രണ്ടാമത്തെ ആളുടെ ഏരിയ ഇന്റഗ്രൽ വി ഡി ടി. സാറ് കുറച്ചു മുമ്പ് പറഞ്ഞു തന്നതല്ലേടാ ഇന്റഗ്രൽ വി ഡി ടി. ഇതാണ്ട് ഇന്റഗ്രൽ വി ഡി ടി. അതാരാ? ഡിസ്പ്ലേസ്മെന്റാ. അപ്പൊ നോക്കിക്കേ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് മറ്റാരുമല്ലടാ, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തത് ഇയാളുടെ ഏരിയ. ഇയാളുടെ ഏരിയ എന്തുവാ? ഇന്റഗ്രൽ എ ഡി ടി. സാറ് കുറച്ചു മുമ്പേ കൂടെ അത് പറഞ്ഞതാണ്. ഇന്റഗ്രൽ എ ഡി ടി എന്ന് പറഞ്ഞാൽ ആരാ? ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ മക്കളെ, ഗ്രാഫിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മെയിൻ ചോദ്യം ഇതാണ്. ഒന്ന്, എസ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ്. ഒന്നെന്താണ്? എസ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ്. എസ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തുവാടാ? വെലോസിറ്റി. ഏരിയക്ക് പ്രത്യേകിച്ച് റോളില്ല. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തുവാടാ? ആക്സലറേഷൻ. ഏരിയ എന്തുവാടാ? ഡിസ്പ്ലേസ്മെന്റ്. എ ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തുവാടാ? പ്രത്യേകിച്ച് റോളില്ല. ഏരിയ എന്തുവാടാ? ചേഞ്ച് ഇൻ വെലോസിറ്റി. ഒരിക്കൽ കൂടി, എസ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ, എ ടി ഗ്രാഫിന്റെ സ്ലോപ്പിന് റോൾ ഇല്ല, എസ് ടി ഗ്രാഫിന്റെ ഏരിയക്ക് റോൾ ഇല്ല, വി ടി ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ്, എ ടി ഗ്രാഫിന്റെ ഏരിയ ചേഞ്ച് ഇൻ വെലോസിറ്റി. ക്ലിയർ ആണോ കുട്ടികളെ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അപ്പോ നിങ്ങളുടെ സിലബസ് കൺസിഡർ ചെയ്യാമെങ്കിൽ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും ആക്സലറേഷൻ ടൈം ഗ്രാഫും ഡിസ്കസ് ചെയ്തു. ഇക്വേഷൻ ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനെ കുറിച്ച് ചർച്ച ചെയ്തു. വെലോസിറ്റി ആക്സലറേഷനെ കുറിച്ച് ചർച്ച ചെയ്തു.
ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനെ കുറിച്ചുള്ള ചർച്ച ശകലവും കൂടി വരും. ഇനി അടുത്തതാണ് വെക്റ്റർ അഡീഷൻ. ശ്രദ്ധിച്ചോളൂ. എടാ നിങ്ങൾക്കറിയാം, നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ് വെക്റ്റർ അഡീഷൻ. മക്കളെ നമുക്കറിയാം, സാധാരണ സ്കേലാർ ഇപ്പോ ഒരു കടയിൽ ചെന്ന് നമ്മൾ 2 കിലോ അരിയും 3 കിലോ അരിയും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചാൽ ടോട്ടൽ കടക്കാരൻ കൂട്ടുന്നത് 2+3 5 കിലോ അരി എന്നാ. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റികൾ അങ്ങനെയല്ല. വെക്റ്റർ ക്വാണ്ടിറ്റികളെ നമുക്ക് സാധാരണ രീതിയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വെക്റ്റർ അഡീഷൻ ഞാന് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് നമുക്ക് പെരിഫറൽ ആയിട്ടുള്ള നോളജ് മതിയാവുന്നത് കൊണ്ട് ഞാനൊരു ലൂസ് സെൻസിൽ വെക്റ്റർ അഡീഷൻ പറയുകയാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ NCERT-ൽ അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, നിങ്ങളുടെ പുസ്തകത്തിലോ അങ്ങനൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കുവാണെങ്കിൽ നമ്മൾ വെക്റ്റർ അഡീഷൻ പഠിക്കുന്നത്. ഞാനിപ്പോ വളരെ എന്താ പറയാ പെരിഫറിയിൽ നിന്നുകൊണ്ട് വെക്റ്റർ അഡീഷന് ക്ലാസിഫിക്കേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, വെക്റ്റർ അഡീഷൻ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തതാണ് പാരലലോഗ്രാം ലോ. പാരലലോഗ്രാം ലോ. രണ്ടാമത്തതാണ് ട്രയാങ്കിൾ ലോ. മൂന്നാമത്തതാണ് പോളിഗൺ ലോ. ആക്ച്വലി പറഞ്ഞാൽ വെക്റ്റർ അഡീഷന് 2 മെത്തേഡ് ആണുള്ളത്. ഈ 2 മെത്തേഡുകളുടെ കറക്റ്റ് പേര് ഞാൻ അങ്ങ് പ്രോപ്പറായിട്ട് പറയുകയാണ്. ആദ്യത്തെ മെത്തേഡാണ് ടെയിൽ ടു ടെയിൽ മെത്തേഡ് എന്ന് വിളിക്കും. രണ്ടാമത്തെ മെത്തേഡാണ് ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്ന് വിളിക്കും. നല്ലത് ഹെഡ് ടു ടെയിൽ മെത്തേഡാണ്. പക്ഷേ 2 വെക്റ്ററെ ഉള്ളെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ബോഡിയിൽ 2 ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, അങ്ങനെ 2 വെക്റ്ററെ ഉള്ളെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാക്കുന്നത് ടെയിൽ ടു ടെയിൽ മെത്തേഡാണ്. എന്താ കണ്ടീഷൻ? ടെയിൽ ടു ടെയിൽ മെത്തേഡിന്റെ കണ്ടീഷൻ എന്താണ്? ടെയിൽ ടു ടെയിൽ മെത്തേഡ് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ കയ്യിൽ 2 വെക്റ്റർ ഉണ്ട്. ഒന്ന് വെക്റ്റർ എ, മറ്റൊന്ന് വെക്റ്റർ ബി. ഇങ്ങനെ 2 വെക്റ്റർ ഉണ്ടെങ്കിൽ ഈ 2 വെക്റ്ററിനെയും ടെയിൽ ടു ടെയിൽ ജോയിൻ ചെയ്യുക. ഞാനിപ്പോ ജോയിൻ ചെയ്തേക്കുന്നത് കൂട്ട്. അങ്ങനെ ടെയിൽ ടു ടെയിൽ ജോയിൻ ചെയ്താൽ ഇവര് ഒരു പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ് ആയിട്ട് മാറും. ഇവര് ഒരു പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ് ആയിട്ട് മാറും. അങ്ങനെ മാറിയാൽ ഞാൻ ഈ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പാരലലോഗ്രാമിന്റെ ഡയഗണൽ, മെയിൻ ഡയഗണൽ ആയിരിക്കും ഈ 2 വെക്റ്ററിന്റെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത്. എപ്പോഴും ആലോചിക്കണം, വെക്റ്ററിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ അത് 2 പേരാണ്. റിസൾട്ടന്റ് പൂർണ്ണമാകണമെങ്കിൽ 2 പേരാണ്. ഡയറക്ഷനും അറിയണം, മാഗ്നിറ്റ്യൂഡും അറിയണം. 2 വെക്റ്ററിനെ ആഡ് ചെയ്താൽ നമ്മൾ മാഗ്നിറ്റ്യൂഡും അറിയണം, ഡയറക്ഷനും അറിയണം. 2 വെക്റ്ററിനെ ആഡ് ചെയ്യുമ്പോൾ ഉള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുന്നത്: റൂട്ട് ഓഫ് ആദ്യത്തെ വെക്റ്ററിന്റെ മോഡുലസിന്റെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta, where theta is the angle between 2 vectors. ഇതാണ് തീറ്റ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഒക്കെ. രണ്ടാമത്തതാണ് ഡയറക്ഷൻ. എയുടെ ഡയറക്ഷൻ നമുക്കറിയാം, എ ഇങ്ങോട്ടാ കിടക്കുന്നത്. എയുടെ ഡയറക്ഷൻ അറിയാമെങ്കിൽ എനിക്ക് പറയാം, എയിൽ നിന്ന് ഒരു ആൽഫ ആംഗിൾ മാറിയാണ് എന്റെ റിസൾട്ടന്റ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫയുടെ വില കണ്ടുപിടിച്ചാൽ മതി എനിക്ക് റിസൾട്ടന്റ് കിട്ടാൻ. എടാ, ഈ ആൽഫയുടെ വില ടാൻ ആൽഫ എന്ന രൂപത്തിലാണ് കിട്ടുന്നത്. എങ്ങനെയാണ് ടാൻ ആൽഫ എന്ന രൂപത്തിൽ കിട്ടുന്നത്? ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ
a plus b cos theta. Tan alpha is equal to b sin theta divided by a plus b cos theta. അത് ആരെങ്കിലും മറന്നു പോയവരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോ. നമ്മൾ കണ്ട ഇവിടേക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് വരയ്ക്കും, ഇതും ബി തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യും. ഈ ആംഗിള് തീറ്റ ആയതുകൊണ്ട് ദാണ്ട് ഈ ആംഗിളും എന്ത് തന്നെ, തീറ്റ തന്നെ. എടാ ഇത് ബി ആണെങ്കിൽ ദാണ്ട ഇത്രയും ഭാഗം ബി കോസ് തീറ്റ എന്ന് കിട്ടും. ഈ സൈഡ് എന്ത് കിട്ടും, ബി സൈൻ തീറ്റ എന്ന് കിട്ടും. ഈ ലെങ്ത് എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയ റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ കാണാൻ പറ്റും. നോക്കിയേ, ദാണ്ട് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ കാണാൻ പറ്റും. അത് നോക്കിയാൽ ഇതാണല്ലോ ആൽഫ. ആൽഫ ടാൻ ആൽഫ. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് കിടക്കുന്നത് ബി സൈൻ തീറ്റ, അഡ്ജസന്റ് കിടക്കുന്നത് എയും ഉണ്ട്, ഈ നീളവും ഉണ്ട്, എ പ്ലസ് ബി കോസ് തീറ്റ. നിങ്ങളിത് പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. ഒത്തിരി വലിയ ഡെറിവേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഡെറിവേഷനിലേക്കൊന്നും കടക്കാതെ ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം പറഞ്ഞത്. ഇതാണ് പാരലലോഗ്രാം ലോ. പാരലലോഗ്രാം ലോയുടെ പ്രത്യേകത ടെയിലും ടെയിലൂടിയാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ടെയിലും ടെയിലൂടിയാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ആ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയൂ. ഓക്കെ ആണോ അല്ലയോ എന്ന് പറയൂ. ഒന്നൂടെ, എവിടെയാണ് ഒന്നൂടെ? ഏതാണ് ഒന്നുകൂടി പറയേണ്ടത്? ഏതാണ് ഒന്നുകൂടി പറയേണ്ടത്? ഏതാണ് ഒന്നുകൂടി പറയേണ്ടത്? ഓക്കെ, അദ്ദേഹം ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അടുത്തതിലേക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഡയറക്ഷൻ ഓക്കെ, മാഗ്നിറ്റ്യൂഡും ഓക്കെ. അപ്പൊ ഇതാണ് വെക്ടർ അഡീഷനകത്തിലെ പാരലലോഗ്രാം ലോ. ഇവിടെ ടെയിലും ടെയിലൂടിയാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഇതേ സെയിം സംഭവം തന്നെയാണ് ട്രയാങ്കിൾ ലോ. ട്രയാങ്കിൾ ലോയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞത് കൂട്ട് തന്നെ, ഇതാണ് ആദ്യത്തെ വെക്ടർ എങ്കിൽ ഇത് വെക്ടർ എ, രണ്ടാമത്തെ വെക്ടർ ഇങ്ങനെയായിരിക്കും, വെക്ടർ ബി. ഇവിടെ എന്താ പ്രത്യേകത? ഹെഡ് ടു ടെയിൽ ആണ്, ഹെഡും ടെയിലും കൂടിയാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് കിട്ടാൻ ടെയിൽ ഓഫ് ദ ഫസ്റ്റ് വെക്ടർ എന്താണ്? ടെയിൽ ഓഫ് ദി ഫസ്റ്റ് വെക്ടർ ടു ഹെഡ് ഓഫ് ലാസ്റ്റ് വെക്ടർ. ലാസ്റ്റ് വെക്ടർ ഇവിടെ രണ്ടാമത്തെ വെക്ടർ ആണ്. അപ്പൊ ഇതായിരിക്കും റിസൾട്ടന്റ്. എടാ ഒരു മാറ്റവും ഇല്ലടാ. എന്താ, നേരത്തെ ഇവിടെ ഇരുന്ന ബി എ ഇങ്ങോട്ടേക്ക് പാരലൽ ഷിഫ്റ്റ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ ഡയറക്ഷനും റിസൾട്ടന്റും എല്ലാം സെയിം തന്നെയാണ്. ആകെ ഓർക്കേണ്ടത് ഇവിടെ ഹെഡും ടെയിലും കൂടെ ജോയിൻ ചെയ്തത്. അത്രയും കാര്യമേ ഉള്ളൂ ട്രയാങ്കിൾ ലോ എന്ന് പറയുന്നത്. ബാക്കി എല്ലാം സെയിമാ. ഞാൻ പറഞ്ഞത് വ്യക്തമാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് വ്യക്തമായോ? യെസ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോളിഗൺ ലോയാ. ഈ പോളിഗൺ ലോ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താ, രണ്ടിലധികം വെക്ടേഴ്സ്, ഇപ്പൊ 3 പേരുണ്ടെങ്കിൽ 1 2 3 വെക്ടർ എ, വെക്ടർ ബി,
വെക്ടർ സി എന്ത് ചെയ്യുക? ഹെഡ് ടു ടെയിൽ ജോയിൻ ചെയ്യുക. ഒന്നാമത്തെ സ്റ്റെപ്പ് ഹെഡ് ടു ടെയിൽ ജോയിൻ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് താണ്ട നേരത്തെ പറഞ്ഞതാ, ടെയിൽ ഓഫ് ദ ഫസ്റ്റ് വെക്ടർ ടു ഹെഡ് ഓഫ് ദ സെക്കൻഡ് ലാസ്റ്റ് വെക്ടർ. ആദ്യത്തെ വെക്ടറിന്റെ ടെയിലിൽ നിന്ന് ലാസ്റ്റിലത്തെ വെക്ടറിന്റെ ഹെഡിലേക്ക് വരയ്ക്കുക. ഇതാണ് എന്ത്? റിസൾട്ടന്റ്. ഇത് ജസ്റ്റ് എന്താ, വേറെ ഒന്നും ആലോചിക്കൊന്നും വേണ്ട, ഇത്ര ഓർത്തിരുന്നാൽ മതി. രണ്ടിലധികം ആളുകൾ ഉണ്ടെങ്കിൽ പോളിഗൺ റോ ഉപയോഗിക്കണം. അല്ലാതെ അവിടെ റിസൾട്ടന്റോ ഡയറക്ഷനോ ഒന്നും പഠിക്കാനായിട്ടൊന്നും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് വെക്ടർ അഡീഷന്റെ അകത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വെക്ടർ അഡീഷന്റെ അകത്ത് പറയാനായിട്ടുള്ളത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിച്ചോട്ടെ? ഹലോ ഹലോ സാറേ, ഞാൻ ജസ്റ്റ് ഒരു വോയിസ് ഒന്ന് പറഞ്ഞോട്ടെ സ്റ്റുഡൻസിന്റെ അടുത്ത്. പറഞ്ഞോളൂ. സ്റ്റുഡൻസ്, നിങ്ങളൊന്ന് ചാറ്റിൽ മെസ്സേജ് അയക്കണം. സാർ ആക്ച്വലി ക്ലിയർ ആണോ എന്ന് ചോദിക്കുമ്പം എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഈ 30 പേരുണ്ട് മീറ്റിംഗിൽ, അപ്പം 28ഓളം ആൾക്കാർ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഡൗട്ടും ചാറ്റിൽ തന്നെ ചോദിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. ഇതുവരെ ഉള്ള ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിലൊന്ന് മെസ്സേജ് ഇടുവോ എല്ലാവരും? സാറേ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണ്. ഓക്കെ മക്കളേടാ, നമുക്ക് ഇനി ഈ സെക്ഷനിൽ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് 1 മിനിറ്റ് ഒന്ന് എക്സ്ക്യൂസ് തരണേ. സോറിടാ. ഓക്കെ, ബാക്ക് ടു അവർ ടോപ്പിക്. എനിക്ക് വെക്ടർ അഡീഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. വെക്ടർ അഡീഷന്റെ 1-2 സ്പെഷ്യൽ കേസുകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് മുന്നിലേക്ക് നീങ്ങാം. വെക്ടർ അഡീഷന്റെ 1-2 സ്പെഷ്യൽ കേസുകൾ എന്ന് പറയുന്നത്, സ്പെഷ്യൽ കേസുകൾ ശ്രദ്ധിച്ചോളൂ. 2 വെക്ടറും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ വെക്ടർ എ, വെക്ടർ ബി രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ തീറ്റ 0 ഡിഗ്രി ആയിരിക്കും. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. അത് എത്രയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് രണ്ടുപേരുടെയും കൂടെ മാഗ്നിറ്റ്യൂഡ് കൂട്ടിയാൽ മതിയാവും. ജസ്റ്റ് രണ്ടുപേരുടെയും കൂടെ മാഗ്നിറ്റ്യൂഡ് അങ്ങ് കൂട്ടിയാൽ മാത്രം മതിയാവും. കാരണം എന്താ, ഇവിടെ നിങ്ങൾ തീറ്റ 0 ഡിഗ്രി കൊടുത്തു നോക്കിയാൽ മതി. ഇവിടെ തീറ്റ 0 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും a² + b² + 2ab എന്ന് കിട്ടും. അത് a + b ഹോൾ സ്ക്വയർ ആണ്. റൂട്ട് എടുക്കുമ്പോൾ a + b എന്ന് തന്നെ കിട്ടും. അപ്പൊ രണ്ടുപേരും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് തീറ്റ 180 ഡിഗ്രി ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മിനിമം ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് മിനിമം ആയിരിക്കും. അതെല്ലാവർക്കും ഓക്കെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം ബേസിക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വെക്ടർ അഡീഷനിൽ നിന്ന് ഓർക്കേണ്ടതായിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യം വരുന്നത് അടുത്തതാണ് സർക്കുലർ മോഷൻ. ഈ ചാപ്റ്ററിനകത്തിൽ NCERT-യിൽ നിങ്ങൾക്ക് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാനായിട്ടുണ്ട് എങ്കിലും ഇവിടെ നിങ്ങൾക്ക് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്ന കാര്യം പഠിക്കാനായിട്ടൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്താ, ജസ്റ്റ് യൂണിഫോം എന്താ പറഞ്ഞത്, NCERT-യിൽ നിങ്ങൾക്ക് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രൊജക്ടൈൽ മോഷൻ പഠിക്കാനായിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് യൂണിഫോം സർക്കുലർ മോഷൻ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. എടാ, യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം സർക്കുലർ മോഷൻ ഇവിടേക്ക് വരുമ്പോൾ 1-2 വാക്കുകൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് കുഞ്ഞുനാൾ മുതൽ ചിലപ്പോൾ ഉള്ള ഡൗട്ട് ആയിരിക്കും. ഒരു ബോഡി സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാള് ബിയിലെത്തി എന്ന് കരുതുക.
അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടാക്കിയ ഈ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. തീറ്റയെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഡി തീറ്റ ബൈ ഡി ടി, ഇതാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും. അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ആംഗുലാർ വെലോസിറ്റി, ഇതാണ് ആംഗുലാർ വെലോസിറ്റി. ഇനി വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആംഗുലാർ ആക്സലറേഷൻ ഇല്ല. വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ, ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡി ഒമേഗ ബൈ ഡി ടി, ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ആക്സലറേഷൻ. എന്തെന്ന് വിളിക്കും? ആംഗുലാർ ആക്സലറേഷൻ എന്ന് വിളിക്കും. അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ആംഗുലാർ വെലോസിറ്റി ഉണ്ട്, ആംഗുലാർ ആക്സലറേഷനും ഉണ്ട്. ഈ 3 കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. മക്കളെ, ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു കേട്ടെ. എടാ, ഞാൻ എന്റെ ബൈക്കില് ഒരു കോൺസ്റ്റന്റ് സ്പീഡ് 40 km/h ഞാൻ ഇങ്ങനെ ചുറ്റും കറങ്ങുവാണെന്ന് കരുതിക്കോ. ഞാൻ ഇങ്ങനെ ഒരു 40 km വേഗതയിൽ ഇതിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുവാന്ന് കരുതിക്കോ. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത? എന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാ. അതിന് വെലോസിറ്റി എന്ന് പറയുന്ന ആക്ക് മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷനുമുണ്ട്. മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷനുമുണ്ട്. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലും വെലോസിറ്റി ചേഞ്ച് ചെയ്തെന്ന് പറയാം, ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും വെലോസിറ്റി ചേഞ്ച് ചെയ്തെന്ന് പറയാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ കോൺസ്റ്റന്റ് സ്പീഡിൽ, അതായത് എന്റെ സ്പീഡ് മാറുന്നില്ല, സ്പീഡ് മാറാതെ തന്നെ ഞാൻ ഈ വട്ടത്തിന് ചുറ്റും കറങ്ങുകയാണെങ്കിൽ, ഈ സർക്കുലർ പാത്തിൽ കൂടി ഞാൻ എന്റെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ സ്പീഡ് മാറിയില്ലെങ്കിലും വെലോസിറ്റി ചേഞ്ച് ആയെന്ന് തന്നെ പറയും. അതിന് കാരണം എന്താ? മാഗ്നിറ്റ്യൂഡ് ആണോ കാരണം? അല്ല, ഡയറക്ഷനാ കാരണം. ആരാ കാരണം? ഡയറക്ഷൻ ആണ് കാരണം. ഡയറക്ഷൻ ചേഞ്ച് ആയതുകൊണ്ടാണ് സർക്കുലർ പാത്തിൽ കൂടെ പോയപ്പോൾ വെലോസിറ്റി ചേഞ്ച് ആയത് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാണോ? ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും വ്യക്തമാണോ? യെസ്. എടാ, നമുക്കറിയാം, ഒന്നുകൂടെ പറയാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷനുമുണ്ട്. വെലോസിറ്റി ചേഞ്ച് ആയി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആയാൽ മതി, അതായത് സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്താൽ വെലോസിറ്റി ചേഞ്ച് ആയി. ഇനി അതല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ആയാൽ മതി. അതായത് ഇപ്പൊ നേരെ പോകുന്ന ഒരാള് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആയി. അപ്പൊ വെലോസിറ്റി ചേഞ്ച് ആയെന്ന് പറയാൻ ഒന്നെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവണം, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ആവണം. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആയാലും വെലോസിറ്റി ചേഞ്ച് ആയി, ഡയറക്ഷൻ ചേഞ്ച് ആയാലും വെലോസിറ്റി ചേഞ്ച് ആയി. ഇനി ഞാൻ പറഞ്ഞ കേസിൽ ഞാൻ എന്റെ വണ്ടി കോൺസ്റ്റന്റ് സ്പീഡിലാണ് കൊണ്ടുപോകുന്നത്. വണ്ടി കോൺസ്റ്റന്റ് സ്പീഡിലാണെങ്കിൽ ഞാൻ ഈ സർക്കുലർ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ ഡയറക്ഷൻ മാത്രമാണ് ചേഞ്ച് ആവുന്നത്. ഡയറക്ഷൻ ചേഞ്ച് ആയാലും വെലോസിറ്റി ചേഞ്ച് ആയെന്ന് തന്നെ പറയും. ഇപ്പൊ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? മകളെ, അപ്പോ ഞാൻ എന്റെ വണ്ടിയിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ സർക്കുലർ പാത്തിൽ കൂടെ പോയപ്പോൾ ഹെഡ് ടു ടെയില്, ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഇത് പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം. ഞാൻ എന്റെ വണ്ടിയിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ സർക്കുലർ പാത്തിലൂടെ പോവുകയാണെങ്കിൽ അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. വെലോസിറ്റിയുടെ ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഈ ആക്സിലറേഷന് പല വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ,
രണ്ടാമത്തതാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. മൂന്നാമത്തതാണ് നെറ്റ് ആക്സിലറേഷൻ. നാലാമത്തതാണ് ആംഗുലാർ ആക്സിലറേഷൻ. ഇങ്ങനെ 4 ടൈപ്പ് ആക്സിലറേഷനുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എടാ വളരെ സിമ്പിൾ ആണ്, ഇത്രയും കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എന്റെ വണ്ടി കോൺസ്റ്റന്റ് സ്പീഡിലാണെങ്കിൽ, അതായത് മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ്, മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, പക്ഷെ ഡയറക്ഷൻ മാറുന്നുണ്ടല്ലോ. ഡയറക്ഷൻ മാറുന്നത് മൂലമുള്ള ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അതായത് എന്റെ ബോഡി സർക്കുലർ പാത്തിൽ കറങ്ങുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. എന്റെ ബോഡി തുടക്കം എയിലാണ് ഇരുന്നതെങ്കിൽ വെലോസിറ്റി ഇങ്ങോട്ടായിരുന്നു. എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായി. ഇതായിരുന്നു ഇനിഷ്യൽ വെലോസിറ്റി, ഇപ്പൊ വെലോസിറ്റി ഇങ്ങോട്ടേക്കായി, വിച്ച് മീൻസ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത് മൂലം ഉണ്ടാകുന്ന ആക്സലറേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഇതിന്റെ പ്രത്യേകത എപ്പോഴും ടുവേർഡ്സ് ദ സെന്റർ ആയിരിക്കും. ടുവേർഡ്സ് ദ സെന്റർ ആയിരിക്കും സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഈ സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെ ഫോർമുല എന്ന് പറയുന്നത് AC, സബ്സ്ക്രിപ്റ്റിൽ C കൊടുക്കും. സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെ ഫോർമുല എന്തുവാ? v²/r. v²/r. അതേ കൂട്ട് ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് അതായത് ഞാൻ സ്പീഡ് കൂട്ടി എന്ന് കരുതുക, ഞാൻ വട്ടത്തിൽ തന്നെയാണ് കറങ്ങുന്നത്, പക്ഷെ സ്പീഡും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് മൂലമുള്ള ആക്സലറേഷൻ, അതാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. എപ്പോഴും ടാൻജൻഷ്യൽ ആക്സലറേഷൻ കാണണം എന്ന് നിർബന്ധമില്ല. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അത് വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഇത് രണ്ടൂടെ ചേരുന്നതാണ് നെറ്റ് ആക്സലറേഷൻ. ടാൻജൻഷ്യൽ ആക്സലറേഷനും സെൻട്രിപിറ്റൽ ആക്സലറേഷനോട് ചേർന്നാൽ റിസൾട്ടന്റ് ഇങ്ങനെയാണ് എഴുതുന്നത് വെക്റ്റർ ഫോമിൽ: സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെ സ്ക്വയർ പ്ലസ് ടാൻജൻഷ്യൽ ആക്സലറേഷന്റെ സ്ക്വയർ. ഇത് രണ്ടൂടെ ചേരുന്നതാണ് നെറ്റ് ആക്സലറേഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ, യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0 ആണ്. ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ സർക്കുലർ പാത്തിലൂടെ പോകുമ്പോൾ എന്റെ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുവാണ് എന്ന് കരുതുക. അതായത് ഡയറക്ഷൻ മാത്രമല്ല അന്നേരം ചേഞ്ച് ആവുന്നത്, മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ആകുന്നുണ്ട്. അങ്ങനെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആകുന്നത് മൂലം ഉണ്ടാകുന്ന ആക്സലറേഷനെ വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ഒരു നോർമൽ ഗതിയിൽ സ്പീഡ് കൂടാതെ, അതായത് സ്പീഡ് ചേഞ്ച് ചെയ്യാതെ ഞാൻ വണ്ടി ഓടിക്കുകയാണ്, എന്റെ വണ്ടിയിലെ സ്പീഡോമീറ്ററിൽ 40-ൽ നിന്ന് അനങ്ങുന്നില്ല, 40 തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, യൂണിഫോം സർക്കുലർ മോഷനിൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇല്ല. എന്നാൽ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ കൂടി വരും. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടല്ലോ? മക്കളെ, ഞാൻ ഈ പറഞ്ഞത് വ്യക്തമായോ? ടാൻജൻഷ്യലും സെൻട്രിപിറ്റലും ഞാൻ പറഞ്ഞത് വ്യക്തമായോ? യെസ്. ഈ ടാൻജൻഷ്യലും സെൻട്രിപിറ്റലും ഒന്നിച്ചുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ടാൻജൻഷ്യൽ പറയാമോ? ഓക്കെ, ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. ഞാന് വെലോസിറ്റി എന്ന് പറയുന്ന ആൾക്ക് 2 കാര്യങ്ങളാണുള്ളത്. മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഞാൻ ഒരു സർക്കുലർ പാത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് കരുതുക. ഞാനൊരു സർക്കുലർ പാത്തിലൂടെ സഞ്ചരിക്കുകയാണ്, എന്റെ വണ്ടിയിലാണ് സഞ്ചരിക്കുന്നത്. വണ്ടിയുടെ സ്പീഡോമീറ്ററിൽ 40 എന്നാണ് കാണിക്കുന്നത്.
അതായത് എന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ഞാൻ പക്ഷെ ഇങ്ങനെ സർക്കിളിൽ പോകുന്നത് കൊണ്ട് തന്നെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആയത് മൂലമുള്ള ആക്സലറേഷൻ ആണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. അതിനൊരു ഫിക്സഡ് ഫോർമുല ഉണ്ട്, അതാണ് v²/r. അതെപ്പോഴും സർക്കിളിന്റെ സെന്ററിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ഞാൻ തീരുമാനിക്കുന്നു സ്പീഡ് കണ്ടിന്യൂസ്ലി കൂട്ടിക്കൊണ്ടിരിക്കാം. 40-ൽ നിന്ന് 41 ആവുന്നു, 42, 43, 44, ഇങ്ങനെ സ്പീഡ് ചേഞ്ച് ആവുന്നുണ്ടല്ലോ. സ്പീഡ് ചേഞ്ച് ആവുന്നത് മൂലമുള്ള ആക്സലറേഷൻ ആണ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. ഈ സ്പീഡ് ചേഞ്ച് ആവുന്നത് മൂലമുള്ള ആക്സലറേഷനെ വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്നാണ് വിളിക്കുക. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആയാൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ, സ്പീഡ് ചേഞ്ച് ആയ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത് മൂലം സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഇപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ. എടാ, സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെ ഫോർമുലയാണ് v²/r. അത് എപ്പോഴും മനസ്സിൽ വേണം. ടാൻജൻഷ്യൽ ആക്സലറേഷൻ അങ്ങനെ പ്രത്യേകിച്ച് ഫോർമുലകൾ ഉണ്ടെങ്കിലും തൽക്കാലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ജസ്റ്റ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ? ആ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന്റെ ചേഞ്ച് ആണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അപ്പൊ ഇത്തരത്തിൽ എനിക്ക് എഴുതാം, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന്റെ ചേഞ്ച് ആണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. കുറെ ഡെറിവേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഡയറക്ഷൻ ചേഞ്ച് ആകുമ്പോൾ എപ്പോഴും ഉള്ള ആക്സലറേഷൻ ആണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. അത് v²/r ആണ്. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ആക്സലറേഷൻ പറയും. യൂണിഫോം മോഷനിൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0 ആണ്. നാലാമത്തെ ആൾ ആംഗുലർ ആക്സലറേഷൻ. അത് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആളാണ്. ആംഗുലർ ആക്സലറേഷൻ ആരാ? ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ ആരാ? d⍵/dt. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ സിലബസിൽ ഉള്ള കാര്യങ്ങൾ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനുകൾ എന്തായാലും ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്നവരുണ്ടോ? ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടായിരുന്നോ കൂടെ? ഉണ്ട്. യെസ്. എന്തായാലും ഞാൻ ഫസ്റ്റ് പേജിൽ നിന്ന് ഒരു പേജിന് ഒരു 10 സെക്കൻഡ് വെച്ച് മുകളിലേക്ക് കൊണ്ടുപോകാം. ഒരു പേജിന് ഒരു 10 സെക്കൻഡ് വെച്ച് മുകളിലേക്ക് കൊണ്ടുപോകാം. ലെക്ചർ നോട്ട് ഇല്ലാത്തവർക്ക് ഈ ക്ലാസ്സിന് ശേഷം ഈ PDF കിട്ടും. അതുകൊണ്ട് അത് നിങ്ങൾ ഓർത്ത് വറി ചെയ്യേണ്ട. എന്തായാലും ഈ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കി മുഴുവൻ ടോപ്പിക്കിലേക്ക് ഒന്ന് കണ്ണോടിച്ച് കൊണ്ടുപോവുക. ഞാൻ ഓരോ പേജും ഒരു 5-10 സെക്കൻഡ് വീതം മുകളിലേക്ക് ടൈം എടുത്ത് കൊണ്ടുപോകാം. ഓക്കെ.
പയ്യെ പയ്യെ വായിച്ച് നീങ്ങുക. ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പയ്യെ യൂണിഫോം മോഷൻ നോൺ യൂണിഫോം മോഷനിലേക്ക് എത്തി. എല്ലാം വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഗ്രാഫുകളെ കുറിച്ചാണ് ഓർക്കുക. ഈ സെക്ഷൻ എല്ലാവരും നല്ലപോലെ നോക്കുക. അടുത്തത് ഗ്രാഫുകളാണ്. ഇതൊക്കെ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ ഡൗട്ടിനായിട്ട് തരാം. ഓക്കെ, ആരും എൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ആരും എൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചോദിക്കുവോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചോദിക്കുവോ? എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ റൈറ്റ് നൗ. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. ഓക്കെ ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻസ്. നമുക്ക് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, കുറച്ച് ഏറെ ക്വസ്റ്റ്യൻസ് നോക്കാം. മക്കളെടാ ശ്രദ്ധിച്ചേ. ഇൻ എ പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആരാ? എസ് ടി ഗ്രാഫ് ആണ്. സ്ലോപ്പ്, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ds/dt. ആൻസർ എന്തുവാ? വെലോസിറ്റി. ഞാൻ ക്വസ്റ്റ്യൻസ് സ്പീഡ് ചെയ്തു പോകും, എന്റെ കൂടെ തന്നെ നിൽക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. മോഷൻ ഈസ് വെലോസിറ്റി പാരലൽ ടു ടൈം ആക്സിസ് ആണെങ്കിൽ യൂണിഫോം മോഷൻ.
അടുത്തത് ഇക്വേഷൻ ഓഫ് മോഷൻ ഈസ് v is equal to u plus at is valid for നോൺ യൂണിഫോം മോഷൻ അല്ല, യൂണിഫോം മോഷനും അല്ല. യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആ. പിന്നെ ഏതാ ആൻസർ? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ് കറക്റ്റ് ആൻസർ. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോടാ? അടുത്തതിലേക്ക് പോവാം. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ്. മക്കളെ അതിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഓർക്കുക, ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് വരികയാണ് എന്ന് കരുതുക. ഞാൻ ഏത് വഴി വന്നാലും ആ വഴിയുടെ ആക്ച്വൽ പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. ആക്ച്വൽ പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. എന്നാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ പ്രത്യേകത, ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. അതെങ്ങനെയാ സാറേ സീറോ ആകുന്നത്? ഞാൻ എയിൽ നിന്ന് തുടങ്ങി കുറെ കറങ്ങി തിരിച്ച് എയിൽ തന്നെ എത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ. എന്നാൽ ഒരു ബോഡി മോഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഈസ് ഓൾവേസ് പോസിറ്റീവ്. എപ്പോഴും ഓർക്കുക, എന്റെ ബോഡി എയിൽ നിന്ന് നേരെ ഇങ്ങനെയാണ് ബിയിലേക്ക് പോയതെന്ന് കരുതുക. അങ്ങനാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വലാ. എന്നാൽ എയിൽ നിന്ന് ഇങ്ങനെയാണ് ബിയിൽ പോയതെങ്കിൽ ഡിസ്റ്റൻസ് കൂടുതലാ. ആരെക്കാട്ടിൽ? ഡിസ്പ്ലേസ്മെന്റിനെ കാട്ടിൽ. എപ്പോഴും ഓർത്തോണം, ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു displacement. Distance is always greater than or equal to displacement. അപ്പൊ ഇവിടെ ഓർത്തോണം, ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി, ഡിസ്പ്ലേസ്മെന്റ് എന്താകാം? പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. ഡിസ്പ്ലേസ്മെന്റ് എന്താകാം? പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. എടാ, ഈ ക്വസ്റ്റ്യന്റെ അകത്ത് ഒരു കാര്യം ഓർത്തോണം, മോഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവാ. ഡിസ്റ്റൻസ് എപ്പോഴെങ്കിലും സീറോ എന്നാണെങ്കിൽ, ഡിസ്റ്റൻസ് ഈസ് സീറോ എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം ബോഡി റെസ്റ്റിലാ. ബോഡി റെസ്റ്റിലായിരുന്നു, ബോഡി മോഷൻ ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അത് നമുക്കറിയാം. വെലോസിറ്റി എങ്ങനത്തെ ക്വാണ്ടിറ്റി ആണ്? വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഇസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ഇൻ ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ദ തേർഡ് സൈഡ് റെപ്രസെന്റ്സ്, ട്രയാങ്കിൾ ലോ, ആരോ ട്രയാങ്കിൾ ലോ ആണെന്ന് തോന്നുന്നു ചോദിച്ചത്, അതാണ് ഹെഡ് ടു ടെയില്. ആദ്യത്തെ വെക്റ്റർ ഇതാണ്ട്, രണ്ടാമത്തെ വെക്റ്ററിനെ ആദ്യത്തെ വെക്റ്ററിന്റെ ഹെഡിൽ ജോയിൻ ചെയ്യിക്കണം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ടെയിൽ ഓഫ് ദ ഫസ്റ്റ് വെക്റ്റർ ടു ഹെഡ് ഓഫ് ദ ലാസ്റ്റ് വെക്റ്റർ. ഇതാണ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. അതെന്താണ്? മാഗ്നിറ്റ്യൂഡ് അല്ല, സ്കെലാർ സം അല്ല, ഡിഫറൻസ് അല്ല, മറിച്ച് റിസൾട്ടന്റ് ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പാരലലോഗ്രാം ലോ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ അല്ല, ക്രോസ് പ്രൊഡക്റ്റ് അല്ല, സ്കെലാർ പ്രൊഡക്റ്റ് അല്ല, വെക്റ്റർ സം ആണ്. ഫോർ യൂണിഫോം സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷന്റെ ആക്സലറേഷൻ എങ്ങനെയാ? സെൻട്രിപിറ്റലാ.
അടുത്തത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എങ്ങോട്ടാ? പറഞ്ഞായിരുന്നു ഇൻവേർഡ്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എങ്ങോട്ടാണ്? ഇൻവേർഡ്. പതുക്കെ പോകുമോ? ഓ, അതിനെന്താലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സ്പീഡിൽ പോയത്. സെൻട്രിപിറ്റൽ ഫോഴ്സിനെ കുറിച്ചാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഏതാണെങ്കിലും യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആണ്. ഓക്കെ, മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ഉണ്ട്, ന്യൂട്ടനും ഉണ്ട്. അപ്പൊ രണ്ടും ഓക്കെ ആണ്. അപ്പൊ ചെറിയൊരു ആംബിഗിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അത് കാര്യം വെക്കണ്ട. ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിക്കുക. ഓക്കെ, അടുത്തത് ഇഫ് വി ടി ഗ്രാഫ് സ്ലോപ്പ് ഈസ് നെഗറ്റീവ്, മോഷൻ ഈസ്, നിങ്ങൾ പറയൂ ആൻസർ. നിങ്ങൾ പറയൂ ആൻസർ. ഇൻ വി ടി ഗ്രാഫ് ആണ്, സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതെ, റിട്ടാർഡേഷൻ ആണ്. അടുത്തത് ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്. ഏരിയ സ്ലോപ്പ് ആണെങ്കിൽ ഡി വി ബൈ ഡി ടി, ഏരിയ ആണെങ്കിൽ ഇന്റഗ്രൽ വി ഡി ടി. യെസ്. ഇഫ് എ പാർട്ടിക്കിൾ റിട്ടേൺ ടു സ്റ്റാർട്ട്, തുടങ്ങിയെടുത്തു എന്ന് തന്നെ തിരിച്ചെത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. റിസൾട്ടന്റ് ഓഫ് ടു പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ഈസ് ഫൗണ്ട് യൂസിങ്. രണ്ട് പെർപെൻഡിക്കുലർ ഏത് വെക്ടർ എങ്ങനെ കിടന്നാലും പൈതഗോറസ് തിയറം ആണോ, ലോ ഓഫ് സൈൻസ് ആണോ, ലോ ഓഫ് കൊസൈൻസ് ആണോ? അല്ല, ലോ ഓഫ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. യൂണിഫോം മോഷൻ മീൻസ് പറയൂ. യൂണിഫോം മോഷൻ മീൻസ് പറയൂ, എന്താണ് യൂണിഫോം മോഷൻ? എന്താണ് യൂണിഫോം മോഷൻ? യെസ്. എനിക്ക് ഓപ്ഷന്റെ അകത്ത്, ഞാൻ നിങ്ങളുടെ ചാറ്റിന്റെ അകത്ത് ആൻസർ ഒന്നും കാണുന്നില്ല. ഞാനിവിടെ ചാറ്റ് തുറന്നു വെച്ച് വെറുതെ ഇരിക്കുകയല്ല കേട്ടോ. എനിക്ക് നിങ്ങൾ ആൻസർ റെസ്പോണ്ട് ചെയ്താൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, ഇല്ലേ റെസ്പോണ്ട് ചെയ്താൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്യും, റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ 10-20 ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കും. എന്താണ് യൂണിഫോം മോഷൻ? സീറോ ആക്സലറേഷൻ, സീറോ വെലോസിറ്റി അല്ല. സീറോ വെലോസിറ്റിയിൽ ബോഡി റെസ്റ്റില്ല. ചേഞ്ചിങ് സ്പീഡ് അല്ല, സ്പീഡ് ചേഞ്ച് ചെയ്താൽ എങ്ങനെയാ യൂണിഫോം മോഷൻ ആവുന്നത്? കോൺസ്റ്റന്റ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, പോസിറ്റീവ് ആണെങ്കിൽ സ്പീഡ് കൂടുക, അല്ലെങ്കിൽ സ്പീഡ് കുറയുക. സീറോ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്? ആ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യനാ, തെറ്റിക്കരുതൊന്നും. ഓക്കെ അല്ലേ? യെസ്.
ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഈസ് മെഷേർഡ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെയാണ്. ഓക്കെ, പറയൂ. യൂണിഫോം വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്ങനെയാണ്? യൂണിഫോം വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്ങനെയാണ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം ആക്സിലറേഷൻ. ഇതിന്റെ ആൻസർ പറയൂ, ഇതിന്റെ ആൻസർ പറയൂ. യൂണിഫോം ആക്സലറേഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. യൂണിഫോം ആക്സലറേഷന്റെ ആലോചിച്ച് പറയൂ, ആലോചിച്ച് പറയൂ. യൂണിഫോം ആക്സലറേഷൻ ആണ്, ആക്സലറേഷൻ ഉണ്ട്, അന്നേരമുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. ആക്സലറേഷൻ യൂണിഫോം ആണ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സലറേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ dv/dt കോൺസ്റ്റന്റ് ആണ്. dv/dt കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. തെറ്റിക്കരുത്, ആലോചിക്കുക, ചിന്തിക്കുക. ക്വസ്റ്റ്യനുകൾ സിമ്പിൾ ആണ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ? ഇൻ v is equal to u plus at, u ആരാണെന്ന്? u ആരാ? ഇനിഷ്യൽ വെലോസിറ്റി ആണ്, അല്ലാതെ ആരാ? അതെ, 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 വെരി ഗുഡ്. ഇൻ s is equal to ut plus half at square, s is ഡിസ്പ്ലേസ്മെന്റ്. കറക്റ്റ് ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട്സ് ടുവേർഡ്സ് സെന്റർ. അത് എന്താ പറയാ? സെൻട്രിപിറ്റൽ ആക്സലറേഷന്റെ കൂട്ട് തന്നെയാണ്. ഡയറക്ഷൻ ഓഫ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈസ് ടുവേർഡ്സ് സെന്റർ. അത് ഒന്ന് രണ്ട് തവണ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി അല്ലേ? എ വെക്ടർ ഹാവിംഗ് സീറോ മാഗ്നിറ്റ്യൂഡ്. വെക്ടറിന് സീറോ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ അതിനെ നൾ വെക്ടർ എന്നാണ് വിളിക്കുക. വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ നമ്മൾ അതിനെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ യൂണിറ്റ് വെക്ടർ. നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. കൊളീനിയർ വെക്ടർ എന്താണെന്ന് ചോദിച്ചാൽ വെക്ടറുകൾ ഒരേ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ഒക്കെ ആണെങ്കിൽ, ഒരേ ലൈൻ ഓഫ് ആക്ഷനിലാണെങ്കിൽ ഒക്കെ നമുക്ക് കൊളീനിയർ വെക്ടർ എന്ന് വിളിക്കാം. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ പാരലൽ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആന്റൈ പാരലൽ എന്നും വിളിക്കാറുണ്ട്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് സെയിം പോയിന്റ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതിക്കോ. ഒരാള് 5 ന്യൂട്ടൺ ഫോഴ്സിൽ അങ്ങോട്ട് വലിക്കുന്നു, മറ്റൊരാള് 5 ന്യൂട്ടൺ ഫോഴ്സിൽ ഇങ്ങോട്ട് വലിക്കുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, റിസൾട്ടന്റ് 0. If speed is constant, velocity may change when. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? പറയൂ, 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 പറയൂ. നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ. ഞാൻ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചതാണ് അതിനെ കുറിച്ചൊക്കെ. ആലോചിച്ച് പറയൂ, ആലോചിച്ച് പറയൂ. യെസ്, എല്ലാരും ഡയറക്ഷൻ തന്നെയാണ് പറയുന്നതെന്നാണ് എന്റെ വിശ്വാസം. സി 1-2 പേര് പറഞ്ഞല്ലോ. ടൈം ചേഞ്ച് ചെയ്തെന്നും പറഞ്ഞ എന്താണ്? ടൈം ചേഞ്ച് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. ടൈം അല്ലെങ്കിലും ചേഞ്ച് ആയി. ടൈം എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളിത് പറഞ്ഞപ്പോ തന്നെ 10 സെക്കൻഡ് മുന്നോട്ട് പോയില്ലേ?
പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഹൊറിസോണ്ടൽ ലൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ. പൊസിഷൻ ടൈം ഗ്രാഫ് ഹൊറിസോണ്ടൽ ലൈൻ മീൻസ് പറയൂ. ST ഗ്രാഫിന്റെ ഹൊറിസോണ്ടൽ ലൈൻ ആലോചിക്കുക, വീണ്ടും ആലോചിക്കുക, തെറ്റ് പറയരുത്, ആലോചിച്ച് പറയുക, സമയമുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫ് ST ഗ്രാഫിൽ ഹൊറിസോണ്ടൽ ലൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ST ഗ്രാഫിൽ ഹൊറിസോണ്ടൽ ലൈൻ എന്താണ്? എന്താ യൂണിറ്റ് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് നൾ വെക്ടർ അല്ല? ആര് പറഞ്ഞാണെന്ന്? ഞാൻ എന്താ പറഞ്ഞത്? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 എന്നും നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 0 എന്നും അല്ല ഞാൻ പറഞ്ഞത്. എ വെക്ടർ ഹാവിംഗ് 0 മാഗ്നിറ്റ്യൂഡ് താണ്ട നൾ വെക്ടർ എന്നല്ലേ ഞാൻ പറഞ്ഞത്. അൻസർ, മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിലാണ് യൂണിറ്റ് വെക്ടർ എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ എന്താ പറയാ, ഞാൻ ആ ക്വസ്റ്റ്യൻ വന്നപ്പോഴേ ടൈപ്പ് ഓഫ് വെക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ യൂണിറ്റ് വെക്ടർ, മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ നൾ വെക്ടർ, ഒരേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒക്കെ ആണെങ്കിൽ കൊളീനിയർ, ഒരേ ഡയറക്ഷൻ ആണ് പാരലൽ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ആന്റി പാരലൽ, സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും ആണെങ്കിൽ ഈക്വൽ വെക്ടർ. ഓക്കെ, എവിടം വരെ എത്തിയായിരുന്നു? ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ് ST ഗ്രാഫിലെ ഹൊറിസോണ്ടൽ ലൈൻ, ദിസ് ഈസ് S, ദിസ് ഈസ് T. ഇവിടുത്തെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോഡി റെസ്റ്റിലാണ്. ക്ലിയർ അല്ലേ? പറയൂ, ഇതിന്റെ ഉത്തരം പറയൂ. ക്വസ്റ്റ്യൻ വായിക്കൂ, ഉത്തരം പറയൂ. ക്വസ്റ്റ്യൻ വായിക്കൂ, ഉത്തരം പറയൂ. ഇൻ വെക്ടർ അഡീഷൻ റിസൾട്ടന്റ് ഈസ് മാക്സിമം വെൻ ദി ആംഗിൾ ഈസ് മാക്സിമം 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 കിട്ടണമെങ്കിൽ രണ്ട് വെക്ടറും ഒരേ ഡയറക്ഷനിൽ 0 ഡിഗ്രി. നിങ്ങൾ മെസ്സേജിന് റിപ്ലൈ തന്നാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനോട് കൂടി പണി നിർത്തൂട്ടോ. എനിക്കിതെല്ലാം അറിയാം, എനിക്ക് രാത്രി ഇരുന്നത് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കിതെല്ലാം അറിയാം. ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. ഇൻ വെക്ടർ അഡീഷൻ റിസൾട്ടന്റ് ഈസ് മിനിമം വെൻ ദി ആംഗിൾ ഈസ്, ഇതിന്റെ ഉത്തരം പറയൂ. അതെ, ഇതിന്റെ ഉത്തരവാണ് 180 ഡിഗ്രി. നമ്മൾ തിയറിക്കകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാവരും ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ, നമ്മള് 30ഓളം ക്വസ്റ്റ്യനുകൾ ചെയ്തു. എന്റെ ചോദ്യം, നിങ്ങൾ ആൻസർ പറയാൻ റെഡി ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യിക്കാം. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് മെസ്സേജ് ഇടുക. റെഡി ആണെങ്കിൽ എസ് എന്ന് മെസ്സേജ് ഇടുക മക്കളെ. എനിക്ക് എല്ലാവരുടെയും മെസ്സേജ് കാണണം, അല്ലെങ്കിൽ ഈ റെഡി ആയവരെ മാത്രം, മെസ്സേജ് ഇട്ടവരെ മാത്രം ഞാൻ ക്ലാസ്സിൽ ഇരുത്തും. ഓക്കെ ഓക്കെ ഓക്കെ, മെജോറിറ്റി മെസ്സേജ് ഇട്ടു. ഓക്കെ, അങ്ങനെയാണെ നോക്കാം. ഏരിയ അണ്ടർ ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ എന്താണിത്? ഞാൻ പറഞ്ഞു ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്തായാലും വെലോസിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അത് മാർക്ക് ചെയ്യുന്നു. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടല്ലോ, അല്ല, യൂണിറ്റ് ഓഫ് വെലോസിറ്റി.
പറയൂ. ഞാൻ പറഞ്ഞില്ല, എന്നാലും നിങ്ങൾ പറയൂ. യെസ് 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 നോക്കിക്കോളൂ. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ആക്സലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷന്റെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ് എന്തായാലും. യൂണിറ്റ് ഓഫ് ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ്. ഇത് ഓപ്ഷന്റെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. നോയും കിടക്കുന്നു, നെവറും കിടക്കുന്നു. എന്താ പറയാ, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ നോ പറഞ്ഞാലും നെവർ പറഞ്ഞാലും എന്താ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനേക്കാൾ വലുതാവില്ല. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. തിരിച്ചോക്കെയാണ്. ഗ്രാഫ് ഓഫ് വെലോസിറ്റി വെർസസ് ടൈം വിത്ത് സ്ലോപ്പ് സീറോ മീൻസ്, സ്ലോപ്പ് സീറോ എന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ, മറ്റൊരർത്ഥത്തിൽ ഇങ്ങനെ കിടക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതിന്റെ അർത്ഥം എന്തുവാ? ഇതാണ് സ്ലോപ്പ് സീറോ. ആൻസർ പറ. നോക്കിപ്പറയടേ. ടൈമിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ആലോചിച്ച് പറയൂ. ഡി ഒരിക്കലും വരില്ല. നോൺ യൂണിഫോം മോഷൻ അല്ലല്ലോ. ഇവിടെ ആക്സലറേഷൻ ഇല്ല, വെലോസിറ്റി ചേഞ്ച് ആവുന്നില്ല. വെലോസിറ്റി ചേഞ്ച് ആയില്ലേ റിട്ടാർഡേഷനും ഇല്ല. പിന്നെന്താ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമല്ലേ. ദാറ്റ് മീൻസ് യൂണിഫോം മോഷൻ. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ യൂണിഫോം മോഷൻ ആണ് മക്കളെ, യൂണിഫോം മോഷൻ. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് സീറോ പറഞ്ഞായിരുന്നല്ലോ. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നില്ലല്ലോ, അതുകൊണ്ട് ആൻസർ സീറോ ആണ്. ഫോർ വെർട്ടിക്കുലർ സർക്കുലർ മോഷൻ, ഇത് നമുക്ക് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തൽക്കാലം അത് അവിടെ നിന്നോട്ടെ. Two vectors equal in magnitude but opposite direction are. Vectors equal in magnitude. ഇത് വെക്ടർ എ ആണ്, മറ്റേ ആള് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. എന്ത് വിളിക്കും? നിങ്ങൾ ഉത്തരം പറയൂ. ഉത്തരം പറയൂ. വെരി ഗുഡ്, നെഗറ്റീവ് വെക്ടേഴ്സ്. ടി ഇല്ലാത്ത ഇക്വേഷൻ പറയാം. ടി ഇല്ലാത്ത ഇക്വേഷൻ ഏതാ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ആദ്യത്തത്. ബാക്കി രണ്ടിലും ടി ഉണ്ട്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടിയും മറ്റേത് എന്താ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറും ആണ്. അത് രണ്ടിലും ടി ഉണ്ട്. ടി ഇല്ലാത്ത ഇക്വേഷൻ ഇതാണ്. 40. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് സ്ലോപ്പ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തോ? ഡി എസ് ബൈ ഡി ടി വെലോസിറ്റി. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ഡി വി ബൈ ഡി ടി ആക്സലറേഷൻ. ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കത് ഇല്ല, ഡി എ ബൈ ഡി ടി ആണ്. ഇതിനെ ജെർക്ക് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, പാരലലോഗ്രാം ലോ യൂസസ്. അതൊരു മീനിങ് ഇല്ലാത്ത ലോ ആയിപ്പോയി, ചോദ്യമായി പോയി. സാധാരണ എല്ലിട്ടും തിരിച്ചു ചോദിക്കരുത്. പാരലോഗ്രാം ലോ യൂസസ് ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്താ, നമുക്ക് ബാക്കിയൊന്നും അപ്രോപ്രിയേറ്റ് അല്ല. ഓക്കെ, അതുപോലെ നമുക്ക് സ്കെലാർ പ്രോഡക്റ്റ് നമ്മുടെ സിലബസിൽ ഇല്ല.
സ്കെലാർ പ്രൊഡക്റ്റ് നമ്മുടെ സിലബസിൽ ഇല്ല. എവിടെങ്കിലും വർക്ക് എനർജി പവറിനകത്തിൽ വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വെക്ടറുകളുടെ സ്കെലാർ പ്രൊഡക്റ്റ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് സ്കെലാർ പ്രൊഡക്റ്റ് സിലബസിൽ ഇല്ല. എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് പറയാം. രണ്ട് പേര് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി, ഇതാണ് സ്കെലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ തീറ്റ 90 ഡിഗ്രിയാണ്. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90 സീറോയാ. സോ ആൻസർ 0 കിട്ടും. അറിഞ്ഞിരുന്നെന്നും പറഞ്ഞ് ദോഷമൊന്നുമില്ലല്ലോ. അതേകൂട്ട് തന്നെ വെക്ടർ പ്രൊഡക്റ്റ് വെക്ടർ എ ക്രോസ് ബി. വെക്ടർ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി സൈൻ തീറ്റയാണ്. കൂടെ എൻ ക്യാപ്പ് കൂടെ ഉണ്ട്. പാരലൽ അല്ലേ, അപ്പൊ ഇവിടെ 0 കിട്ടും. തീറ്റ 0 കൊടുത്താൽ പാരലൽ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? മോഷൻ സ്ട്രെയിറ്റ് ആകുമ്പോൾ. ഞാനത് നേരത്തെ പറഞ്ഞില്ലേ, അല്ലാതെ വളഞ്ഞും പുളഞ്ഞും വന്നാൽ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് കുറവായിരിക്കും. ക്ലിയർ ആണോടാ ഇത്രയും കാര്യങ്ങൾ? എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സർക്കിൾ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ഹാസ്. പറയൂ ആൻസർ. യെസ്, വെരി ഗുഡ്. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു വി ടി, ഇത് ആർക്ക് മാത്രം വാലിഡ് ആയിട്ടുള്ള ഇക്വേഷനാ? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ വാലിഡ്. ഓക്കെ, അടുത്തത്, ഇഫ് ഇനിഷ്യൽ വെലോസിറ്റി ഈസ് 0, എസ് ഈസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? ഇത് 0, സെക്കൻഡ് ഇക്വേഷൻ. ായി. 50ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ഓക്കെ, 50ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ഇൻ വെക്ടർ അഡീഷൻ, if theta is equal to 90 degree, then vector A plus vector B is equal to dash. ഓപ്ഷൻ ഇല്ല. ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ ആണ്. തീറ്റ 0 ആണെങ്കിൽ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ആണല്ലോ. തീറ്റ 90 ആയാൽ ഈ ടേം ഇല്ലാണ്ടാകും. സോ ആൻസർ വിൽ ബി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ആൻസർ എന്തായിരിക്കും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഒരു ബോണസ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഈക്വൽ ടു ബി ആയാൽ, ഈ കേസിൽ എയും ബിയും ഈക്വൽ ആയാൽ, അതായത് തീറ്റ 90 ആണ്, എയും ബിയും ഈക്വലും ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. അത് റൂട്ട് 2 എ സ്ക്വയർ ആണ്. എ സ്ക്വയറും റൂട്ടും പുറത്തു വന്നു കഴിഞ്ഞാൽ എ കൂടെ ഒരു റൂട്ട് 2 എന്ന് ആൻസർ കിട്ടും. ബുദ്ധിമുട്ടുണ്ടോ? എടാ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? മക്കളെ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം 100% ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ട് എവിടെയെങ്കിലും ഉണ്ടായോ?
ഓക്കെ. സോ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ടൈം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഏകദേശം 50ഓളം ക്വസ്റ്റ്യനുകൾ ചെയ്തു. തിയറിയും പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്തു. ആ യൂണിറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിലോ മറ്റോ ഒക്കെ ആയിട്ട് അറിയിക്കാവുന്നതാണ്. So that's all for today. Thank you and good night.